Okay. Hi, proceed. Okay, welcome. നമ്മുടെ സെഷൻ ലൈവ് നമ്മുടെ ലൈവ് സീരീസിന്റെ പാർട്ട് 3 നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ സൺഡേ എല്ലാ സൺഡേസിലാണ് ലൈവ്. ഓക്കെ സില്ലു, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ എല്ലാ സൺഡേയിലും പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, മെറിൻ തോമസ് ഹായ്. ഓക്കെ, മാനസ ഓക്കെ, ദ്രേസ ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മുടെ ലൈവ് കഴിഞ്ഞ ലൈവ് എനിക്ക് തോന്നുന്നു ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു, കുട്ടികളൊക്കെ പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ലൈവും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പോകാന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് സെന്റൻസ് മുന്നോട്ട് പോവാം. ഓക്കെ, ഹായ് ഹായ് നീതു റോബിൻ ഹായ്. ഓക്കെ, തില ഹായ്. മാനസ ഹായ്. ഓക്കെ, നീതു റോബിൻ ഹായ്. എല്ലാരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അജിന ലിനി ഹായ്. റീജ ഷിനോദ് ഓക്കെ ഹായ്. നമ്മുടെ ലൈവ് സെക്ഷൻ അക്സ ഓക്കെ, ജോയിസ് എബ്രഹാം ഓക്കെ. ഞാൻ പേരാരെങ്കിലും മാക്സിമം എല്ലാവരുടെയും പേര് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഹായ് സാർ, ഗുഡ് ഈവനിങ്. സ്റ്റെഫി രാജ് ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, റുക്കു ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മുടെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമുക്കൊരു സെക്ഷൻ ആക്കി, ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻ. അതെപ്പോഴും ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചിലപ്പോൾ പറഞ്ഞങ്ങ് പോവായിരിക്കും. ഓക്കെ, ബട്ട് ആ വീഡിയോയിൽ ഉപരി നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്കായിട്ട് ഡിസ്കസ് ചെയ്തങ്ങ് പോവാം. അതായിരിക്കും നല്ലത്. കാരണം സെന്റൻസിന്റെ ഇപ്പൊ നോർമലി ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേന് നമ്മളെപ്പോഴും എഡിറ്റ് ചെയ്ത് കാരണം സെന്റൻസ് മേക്ക് ചെയ്യാൻ പലർക്കും പാടാണ്. അപ്പൊ ഇവിടെ നമുക്ക് നന്നായിട്ട് പോവാം. അതായത് നമുക്കൊരു ടെൻസ് വൈസ് പോകാതെ നമുക്കൊരു ഓരോ സെന്റൻസ് എടുക്കാം. കുട്ടികളിലെ സ്ഥിരമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് സെന്റൻസ് എടുക്കാം. എന്നിട്ട് ആ സെന്റൻസിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. കാരണം ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു, സന്തോഷം. അപ്പൊ അതിന്റെ അകത്ത് ക്ലിയർ ആക്കേണ്ട കാര്യം ഞാൻ പറയാം. നമ്മൾ ഇന്ന് ഒരു സെന്റൻസ് വൈസ് എഡിറ്റ് ചെയ്യും, അതാ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ലൈവില്. അപ്പൊ നമുക്ക് നോക്കാം. ലിജോ ഓക്കെ, നീതു മനു, കുറച്ചുപേര് സന്ധ്യ ഓക്കെ, ഹലോ ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ദിലീപ് കുമാർ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമുക്കൊരു സെക്ഷൻ പോവാം. എന്നിട്ട് നമുക്ക് കഴിഞ്ഞ തവണ ചെയ്ത പോലെ ഇന്ററാക്റ്റീവ് സെക്ഷൻ ഉൾപ്പെടുത്തി പോവാം. അപ്പൊ നമുക്ക് പഠിക്കുന്നു, പറയുന്ന കാര്യങ്ങൾ അത് പഠിച്ച് ക്ലിയർ ആക്കി പോവാം. അനുമോൾ ഓക്കെ, സിബി ഗുഡ് ഈവനിങ്. കുറച്ച് കുട്ടികൾ, നമ്മുടെ കുറച്ചേറെ കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സെക്ഷൻ ആരംഭിക്കുകയും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ് കൂടെ തുടങ്ങാം. അതിനുശേഷം നമുക്ക് കമന്റ് കൂടെ ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് പോവാം അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും സെക്ഷൻ. ഒരു ലൈവ് ഇന്ററാക്ഷൻ ആണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഒരു സെക്ഷൻ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എഡിറ്റിങ്ങോ സെന്റൻസോ പറയുമ്പോൾ നിങ്ങളുടെ സെന്റൻസ് മേക്ക് ചെയ്യുക, തെറ്റിക്കോട്ടെ, അത് പ്രശ്നമല്ല. നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം ഈ ലൈവിന്റെ അകത്ത് സഹകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സെന്റൻസ് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്യണം. കാരണം നമ്മൾ തെറ്റിയാണ് എപ്പോഴും ശരിയാകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അങ്ങനെ നമുക്ക് സെന്റൻസ് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്ഷൻ നമുക്ക് ഇന്ന് ആരംഭിക്കാം. അതിനകത്ത് ആദ്യം ഈ ഓയിറ്റയുടെ സീരിയസ് മിസ്റ്റേക്സ് എന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് ഈ ലൈവ് കാണുന്നവര്, കാരണം ലൈവ് ഓൾറെഡി അറിയാവുന്നവരും ഓക്കെ, റെജി, ദിവ്യ ഓക്കെ, ബിജി ഓക്കെ, രഹ്ന ഓക്കെ, പ്രിയ എല്ലാരും ഉണ്ട്, സാറ, ദിയ ഓക്കെ, ഹായ് ഓൾ. ഹായ് ഓൾ എല്ലാരും ഹായ്. അനുപം ഹായ് സർ. യെസ് ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്കൊരു 1 by 1 പോവാം, സമയം കളയണ്ട. നിങ്ങൾ എല്ലാവരും ഉണ്ട്, നമുക്കൊരു ഇന്ററാക്ട് ചെയ്ത് നമുക്ക് പേര് ഓരോരുത്തരും ഞാൻ വിളിച്ചോളാം ഇതിന്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് പോകുന്നത് കുറച്ച് സീരിയസ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന, ഈ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, സീരിയസ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സെന്റൻസിന് ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ആണ്. ആ സെന്റൻസിൽ നമ്മൾ ഉദ്ദേശിച്ച മീനിങ് ആണോ നമ്മൾ ലെറ്ററിൽ എഴുതിയിട്ടുള്ളതെന്ന് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഉദ്ദേശിച്ച മീനിങ് തന്നെ ആണോ നമ്മൾ ലെറ്ററിൽ അല്ലെങ്കിൽ ഓയിറ്റയുടെ ലെറ്ററിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലെ സെന്റൻസ് ആണോ എന്ന് നമ്മൾ നോക്കണം. എങ്കിൽ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് സെഷനോട് പോകാം. നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. സെക്ഷൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ ഓരോ സെന്റൻസ് വൈസ് നമുക്ക് പോകാം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് സൂചിപ്പിക്കുന്നത് ഡിഫറൻസസ് കുറച്ച് ഡിഫറൻസസ് നമ്മൾ പറയാണ്. കാരണം കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഞാൻ ഈ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ബട്ട് അതേ കാര്യങ്ങളല്ല ഇന്ന് ഡിഫറെന്റ് ആയിട്ട് കുറെ കുട്ടികൾ സീരിയസ് ആയിട്ട് പിന്നെയും മിസ്റ്റേക്ക് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അത് ക്ലിയർ ആകാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണോ. അപ്പം ടെൻസ് പറഞ്ഞ് പോകാതെ, ടെൻസ് ഞാൻ പറയും, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടെൻസിന്റെ ക്ലാസ് നമ്മൾ ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നു, നമ്മുടെ അക്കാഡമിയിലുള്ള ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സെന്റൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതാണ് ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ സെന്റൻസിലാണ് കൃത്യമായിട്ട് പോകുന്നത്, ആ സെന്റൻസിൽ നമുക്ക് സെന്റൻസിൽ എങ്ങനെ വേർഡ് ഓർഡർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അപ്പൊ അതിന്റെ മീനിങ് എന്താ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ വെൽക്കം ഓൾ. എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഹായ്, എല്ലാവരെയും കണ്ടു, എല്ലാവരെയും കാണുന്നുണ്ട് ഞാൻ ഈ സൈഡില്. ഓക്കെ, അപ്പൊ ഡിഫറൻസസിന്റെ അകത്ത് നമ്മൾ ആദ്യം പറയുന്നു
ഷീ അണ്ടർവെൻ ഡാഫിനി. ഓക്കെ, ഹായ് ഹായ്. ഓക്കെ, ഷീ അണ്ടർവെൻ മേജർ സർജറി ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഷീ ഹാസ് അണ്ടർഗോൺ മേജർ സർജറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്? ഇത് എവിടൊക്കെ ഉപയോഗിക്കുന്നത്? കുട്ടികള് ചിലർ പറയുന്നത് ഇത് രണ്ടും ഒന്നാണെന്ന്, ചിലർ പറയാണ്, ചിലർ വാദിക്കുന്നു, സാർ ഇത് ഒന്നല്ലേ, ഇതിനകത്ത് എന്താ ഡിഫറൻസ്, ഇതിന്റെ അകത്ത് എന്തൊക്കെയാ ഡിഫറൻസ്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്തൊക്കെയാ, പലപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഓരോ സെന്റൻസ്, അപ്പൊ ഇതിങ്ങനെ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ക്ലിയർ ആകില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഓരോരോ സെന്റൻസ് എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് കമന്റ് ചെയ്ത് അതിനകത്തൊരു ഒരു 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 എന്താ ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് ക്ലാസ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു, നമ്മൾ ഇതിന്റെ രണ്ടിനും ഡിഫറൻസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കുറെ സെന്റൻസസ് വഴി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അതിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണെന്ന് അറിയാമോ? ഷീ അണ്ടർവെൻ സർജറി ദിസ് മോർണിംഗ് എന്ന കാറ്റഗറിയാണ്. ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികൾ ദയവ് ചെയ്ത് ഇതിന്റെ അകത്ത് എ ആണോ ബി ആണോ സെന്റൻസ് റൈറ്റ്, ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. ഓക്കെ, റിൻസി ഷെറി, റിൻസി ഗുഡ് ഈവനിങ്. റീന സിബു, ഓക്കെ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എല്ലാവരും ഹായ് പറയുന്നു, ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് പോയിന്റ് ഓഫ് ദ ടൈം ആണ്, സിമ്പിൾ പാസ് എന്ന് പറയുന്നത്. പ്രസീദ് പറയുന്നു, പ്രസീദ് ലൈവിലുണ്ട്, ഒരുപാട് സന്തോഷം. ഓക്കെ, നിനി ജെറി, ഓക്കെ, നമുക്ക് നോക്കാം എ ആണോ ബി ആണോ ഇതിന്റെ അത് ശരി. ഷീ അണ്ടർവെൻ സർജറി ദിസ് മോർണിംഗ്, എ ആണോ? അപ്പൊ സാറാ മാത്യു പറഞ്ഞിരിക്കുന്നത്, സാറാ ലിനി സിബി ഒക്കെ പറയുന്നു സെക്കൻഡ് ഓപ്ഷൻ, അത് എ ആണോ ബി ആണോ? സെക്കൻഡ് ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നു കുറച്ചുപേര് എയും ബിയും എല്ലാം മിക്സ് ചെയ്ത് പോകുന്നു. ബി ആണെന്ന്. ഓക്കെ, റുക്കു ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീമ ജെയ്സൺ അതേപോലെ തന്നെ ബി ആ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിനകത്ത് എ ആണോ ബി ആണോ. അപ്പൊ നിങ്ങൾ കുറച്ചുപേരുടെ കമന്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങള് ഹണി, ഓക്കെ, എലിസബത്ത്, ഓക്കെ, മിന്നുമോൾ, ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാം. ഓക്കെ, റീജ ഷിനോദ്, ഓക്കെ, റീജ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം നിങ്ങളും നമുക്ക് സെക്ഷൻ ഇന്ററാക്റ്റീവ് ആക്കുന്നത് നിങ്ങളുടെ കമന്റ് വഴി തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നതും സെന്റൻസ് ക്ലിയർ ആക്കുന്നതും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഷീ അണ്ടർവെൻ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയുമ്പം എയും ബിയും ഉണ്ട്. ഇത് രണ്ടിന്റെ മീനിങ് ഞാൻ പറയാം. ഷീ അണ്ടർവെൻ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ സെന്റൻസ് കറക്റ്റ് ആക്കാം. കാരണം അതിൻ്റെ അകത്ത് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട കാര്യം ഷീ അണ്ടർവെൻ സർജറി ആ സമയം പറയും, ഇത് ഓൾറെഡി ഫിനിഷ്ഡ് ആക്ഷൻ ആണ്, ഓൾറെഡി സർജറി കഴിഞ്ഞു. അപ്പൊ ദേവി ഇത് ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ആ ടൈമിലല്ലായിരിക്കും. അപ്പൊ ദേവി ഇത് നമ്മൾ എപ്പോഴാണ് നിൽക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ മോർണിംഗ് നിന്നുകൊണ്ട് ഷീ അണ്ടർവെൻ സർജറി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നോർമലി നമ്മളൊന്ന് ഈവനിങ് ആയിരിക്കാം, അല്ലെ നൈറ്റ് നിന്ന് പറയാണ്. നമ്മൾ ആ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുമ്പം ഷീ അണ്ടർവെൻ അല്ലെങ്കിൽ ഈവനിങ് നിന്നിട്ട് പറയുകയാണ് ഷീ അണ്ടർവെൻ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയാൻ പറ്റും. കാരണം ഇത് കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആണ്. ഇതിന്റെ അകത്ത് ഈ ദിസ് മോർണിംഗ് ഈ ടൈം വരുമ്പോഴത്തേന് ചിലര് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേര്, ഏറെക്കുറെ പേരും ഇവിടെ കമന്റ് ഓപ്ഷൻ തന്നെ പോകുമ്പോൾ തന്നെ കാണാം. അതായത് മിക്കവരും എ പറയുന്നു അല്ലെങ്കിൽ ബി ആണോ, കുറച്ചുപേര് എയും ബി ആണെന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. ഇതിനകത്ത് എനിക്കറിയാം എയും ബിയും ആണെന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. അപ്പൊ ദേവി ഇത് ടെൻസ് പറയുന്നതിലുപരി നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങൾ സെന്റൻസ് എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുക, സെന്റൻസ് എടുത്ത്. അപ്പൊ ഇവിടെ എ ശരിയാക്കാം, ബട്ട് ഞാനിപ്പോ നിൽക്കുന്ന ടൈം ഇന്ന് രാവിലെ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ ദേവി ശ്രദ്ധിക്കുക, ഇതിന്റെ ബി ആണ് റൈറ്റ്. അതായത് ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ആ ഒരു ടൈമിൽ നിൽക്കണം, ഞാൻ മോർണിംഗ് തന്നെ ആയിരിക്കണം. അങ്ങനെ നിന്നുകൊണ്ട് വേണം ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയാൻ. അപ്പം ഞാൻ പറഞ്ഞ ആ ടൈമിൽ ഞാൻ നിൽക്കുവാണെങ്കിൽ ആ ടൈമിൽ നിന്നുകൊണ്ടായിരിക്കണം ഞാൻ പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഓക്കെ പാർവതി, ഓക്കെ അനു, അന്ന, രഹന, ഓക്കെ രഹന പറഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഈ രണ്ട് സെന്റൻസിൽ നിങ്ങൾ പറയുന്ന ടൈം, നിങ്ങൾ എപ്പോഴാണോ അത് പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇത് ശരിയും തെറ്റുമാകുന്നത്. എല്ലാരും മനസ്സിലാക്കണം. നിങ്ങളെല്ലാരും എനിക്കൊന്ന് ദിസ് മോർണിംഗ് എന്റെ ഇതിന് മുമ്പത്തെ സെഷൻ കണ്ടിട്ടായിരിക്കും, അത് പഠിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാവരും ഒരുപാട് കുട്ടികൾ ബി എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. ബട്ട് നിങ്ങൾ ഓർക്കേണ്ട കാരണം ഷീ ഹാസ് അണ്ടർഗോൺ സർജറി എന്ന് പറയുമ്പം അത് റീസെന്റ് ആണ്, റീസെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇനിയുള്ള മുന്നോട്ട് പോകുമ്പോൾ ഓരോ സെന്റൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ടൈം അന്നേരം ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ രാവിലെ തന്നെ നിന്നിട്ടായിരിക്കും സെന്റൻസ് മേക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ നിന്നുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ നിങ്ങൾക്ക് ഷീ ഹാസ് അണ്ടർഗോൺ സർജറി എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലിയർ ആക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, സിലു ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ പറയുന്നു. ഓക്കെ, ഷീ അണ്ടർവെൻ സർജറി എന്ന് പറയുമ്പോൾ നോർമലി മോർണിംഗ് ആണ് ഞാൻ നിൽക്കുന്നത്. അതായത് അത് ഓൾറെഡി ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. നിങ്ങൾ ഓർക്കണം, ഫിനിഷ്ഡ് ആക്ഷൻ ആണെങ്കിൽ
അപ്പൊ നോർമലി ഇത് ഞാനിപ്പോ നൈറ്റ് ആണ് നിൽക്കുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിപ്പോ രാത്രിയായി, അങ്ങനെയാണെങ്കിൽ മോർണിംഗ് സർജറി നടന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാം. അതിന് സിമ്പിൾ ആയിട്ട് അത് ഈ ടൈമോട്ട് ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ മോർണിംഗ് നടന്നിട്ടുണ്ട്, അത് ഫിനിഷ്ഡ് ആക്ഷൻ ആയിട്ട് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷീ അണ്ടർവെന്റ് സർജറി ദിസ് മോർണിംഗ് എന്ന് പറയാം. ബട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അവിടെ ആ ഞാൻ പറയുന്ന ടൈമില് ആ ദിസ് മോർണിംഗ് എന്ന കാര്യം കഴിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും സെന്റൻസ് എഴുതുമ്പം അണ്ടർവെന്റ് സർജറിയും ഷീ ഹാസ് അണ്ടർഗോണും ഒന്നാണെന്നൊക്കെയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും രണ്ട് മീനിങ് വരുന്നു. എപ്പോഴൊക്കെയാണ് ഒന്നാകുന്നത് എന്ന് ഞാൻ പറയാം. അത് ഓരോ സെന്റൻസ് എടുക്കുമ്പോൾ ക്ലിയർ ആക്കി തരാം. അപ്പൊ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി എന്നാ വിചാരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതൊരു സീരിയസ് മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം പല കുട്ടികൾക്കും ഇതറിയില്ല. പലയിടത്തും നമ്മുടെ അക്കാഡമിയിൽ ഒരുപാട് കുട്ടികൾ, ഗോഡ് അക്കാഡമിയിലും ഞങ്ങളുടെ അക്കാഡമിയിലും ഒരുപാട് കുട്ടികൾ, ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു. ബട്ട് പലർക്കും ഇതറിയില്ല. അപ്പൊ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ്. ഓക്കണം, അത് വരുന്നത് ആ ടൈമിൽ ഞാൻ മോർണിംഗ് തന്നെ നിന്നോണ്ട് എനിക്കിത് പറയാൻ പറ്റൂ. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ആ ടൈമിൽ നിൽക്കാൻ പറ്റില്ല, ആ ടൈമിന് പുറത്ത് നിന്നോണ്ടാണെങ്കിൽ എനിക്കിത് പറയാൻ പറ്റും, തെറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നു. സിമ്പിൾ പാസ്റ്റിലും ഇത് ഉപയോഗിക്കുന്ന കേസുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അതാരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഇവിടെ പറ്റുന്നത്. ഓക്കെ, സോ ജയ്ഷ, ഓക്കെ, ശുഭ ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് ഈ നോർമൽ കാറ്റഗറി പ്രകാരം ഞാനിപ്പോ നിൽക്കുന്നത് രാവിലെ എന്ന ടൈമിലാണെങ്കിൽ ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആണ്. ഇനി ഞാൻ നിൽക്കുന്നത് നൈറ്റ് എന്ന കാറ്റഗറി ആണെങ്കിൽ, രാവിലെ നടന്നെന്നാണ് പറയുന്നതെങ്കിൽ ഷീ അണ്ടർവെന്റ് സർജറി ദിസ് മോർണിംഗ് എന്ന് പറയാൻ തെറ്റില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്ക്. ഓക്കെ, ബിനു ക്ലിയർ ആയി. അപ്പൊ ദേവിത് ഇതുപോലെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ അത് ക്ലിയർ ആക്കാനായിരുന്നു വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികൾ പലതും സെന്റൻസ് എഴുതുന്നുണ്ട്, അവർ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടുന്നില്ല. പല അക്കാഡമികളിലും പഠിക്കുന്നു, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു, അവർക്ക് സെന്റൻസ് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ, ഓക്കെ നീ അങ്ങനെ എഴുതിയാൽ മതി, നീ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട, ഞാൻ അങ്ങനെ എഴുതിയാണ് പാസ്സായത്, അതുകൊണ്ട് നീയും അങ്ങനെ എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനല്ല, നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഇന്ന് മുതൽ ചോദിക്കണം ഓരോ സെന്റൻസും. എന്റെ അഭിപ്രായം അതാണ്. നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചതിന്റെ ആൻസർ നിങ്ങൾ മേടിച്ചിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ, എന്റെ അഭിപ്രായത്തില്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഓരോ ദിവസം നമ്മൾ ഇനി അടുത്ത സെന്റൻസിലോട്ട് പോവാം. ഞാൻ ഇന്ന് ഓരോ സെന്റൻസ് എടുക്കാൻ കാരണം ഇതാണ്. കാരണം ടെൻസ് പറയുമ്പോൾ എല്ലാരും ടെൻസ് കേട്ടിരിക്കും, ബട്ട് നാളെ OET-ലോട്ട് എഴുതാൻ പോകുമ്പം പറ്റുന്നില്ല എഴുതാൻ. സാർ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, OET-യുടെ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി, അത് നമ്മൾ വരുന്നുണ്ട്, ഞാനത് പറയും. എന്റെ ലൈവ് സെക്ഷനിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നമ്മൾ അടുത്ത സെന്റൻസിലോട്ട് പോകുന്നു. ഓക്കെ, സോ സിനു, ഓക്കെ, ഇറ്റ്സ് സോ ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഉണ്ട്. നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോവാം. ഞാൻ ഇന്ന് എടുക്കുന്ന ഓരോ കുട്ടികളുടെ സെന്റൻസ് എഡിറ്റ് ചെയ്യുക. എന്റെ ഈ സമയത്തിനുള്ളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ലൈവ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം ഈ സെന്റൻസ് നിങ്ങൾ തെറ്റിക്കാതെ മുന്നോട്ട് പോകണം. ഈ ലൈവ് കാണുന്ന ഞങ്ങളുടെ ഗോഡ് അക്കാഡമിയെ ഫോളോ ചെയ്യുന്ന, എന്റെ പേര് ടിജു ആന്റണി. ടിജു ആന്റണി എന്ന് പറയാൻ കാരണം കുറച്ച് കുട്ടികൾക്ക് ചിലപ്പം ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എന്നെ പരിചയമില്ലായിരിക്കും. എന്റെ പേര് ടിജു ആന്റണി. നമ്മൾ ഗോഡ് അക്കാഡമി എന്ന് പറഞ്ഞ് ഒരു അക്കാഡമി റൺ ചെയ്യുന്നു. നന്നായിട്ട് പോകുന്നു. ഒരുപാട് സന്തോഷത്തിൽ നമ്മുടെ കുട്ടികൾ പോകുന്നു. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, കാരണം കുറച്ച് പേരൊക്കെ ട്രൂ സാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്തോഷം. നമ്മുടെ മാക്സിമം എഫേർട്ട് നിങ്ങളുടെ സെന്റൻസ് മേക്ക് ചെയ്യാൻ ഞാനും ഉണ്ട്. അല്ലാതെ ഓക്കെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇപ്പൊ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, ഞാൻ അത് ഇന്ന് ലൈവിൽ പറയണം ഓർത്ത് വെച്ചിട്ട് നോട്ട് ചെയ്തിരിക്കുക. ഞാൻ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സാറ് ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, പലരും പറയുന്നത് ടിജു സാറ് ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്റെ മുഴുവൻ സ്റ്റുഡൻസിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഡോണ്ട് വറി, നിങ്ങളുടെ ഡൗട്ടുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ്. അതിനകത്ത് പ്രശ്നങ്ങളില്ല. ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈവില് കുറച്ച് കാര്യങ്ങൾ, മെയിൻ മിസ്റ്റേക്കുകളെല്ലാം കൂടെ ഞാൻ പറഞ്ഞു വിടുക. നെക്സ്റ്റ് മൂവിങ് ഉണ്ടോ, നമുക്ക് ക്ലിയർ ആക്കാം. സീരിയസ് മിസ്റ്റേക്ക് നമ്മൾ അടുത്ത സെഷനിൽ പോകുന്നത്, ഒരു കുട്ടി എഴുതിയിരിക്കുകയാണ്, ഷീ അണ്ടർവെന്റ് സർജറി റീസെന്റ്ലി. എ ആണോ ബി ആണോ? കമന്റ് ചെയ്യും നിങ്ങൾ വായിച്ചിട്ട്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഷീ അണ്ടർവെന്റ് സർജറി റീസെന്റ്ലി എ എന്നൊരു സെന്റൻസ് എഴുതിയിരിക്കുകയാണ് ഒരു കുട്ടി. ഷീ ഹാസ് അണ്ടർഗോൺ സർജറി റീസെന്റ്ലി എന്ന് എഴുതിയിരിക്കുക. ഇതിലേതാ ശരി? ഇതിനും എയും ബിയും ശരിയാണോ? അത് ഏതെങ്കിലും കേസിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ വേണം പഠിക്കാൻ. ചിലപ്പോ ചില കേസിൽ ചില ടെൻസ് മാറി ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇംഗ്ലീഷിന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഇംഗ്ലീഷിൽ നമുക്ക് ഒരു റൂൾ അത് പറയും, ബട്ട് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചില കാര്യം നമ്മൾ പഠിച്ചു വെക്കും, ബട്ട് ചില ഐഡിയയുമായിട്ട് കണക്ട് ചെയ്യുമ്പം ആ ടെൻസ് ആപ്റ്റ് ആണോ നമ്മൾ ചിന്തിക്കും. അതറിയാം. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നു. ഒരുപാട് പേര് ഷീ അണ്ടർവെന്റ് സർജറി റീസെന്റ്ലി കുറച്ച് പേര് പറയുന്നു. തില ആ പറഞ്ഞിരിക്കുന്നത്. ജിബി, ജിത്തു, ഓക്കെ, ഗ്രീമ, മിന്നുമോൾ, ഓക്കെ,
മാനസ ബി പറഞ്ഞിരിക്കുന്നു. കുറച്ച് പേര് മെറിൻ തരുൺ ഓക്കെ എ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് ബി പറയുന്നു. അവിടെ തന്നെ ക്ലിയർ ആകുന്നു ഈ സെക്ഷനിൽ. ആശ അജയ് ഓക്കെ, സന്ധ്യ സെബാസ്റ്റ്യൻ ഓക്കെ, കുറച്ച് പേര് എ പറയുന്നു, കുറച്ച് പേര് ബി പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കമന്റിൽ എന്താണ് നിങ്ങൾ നോക്കുക. എ പറയുന്നു, ബി പറയുന്നു. ഓക്കെ, ഇതിന്റെ അകത്ത് റീസൺ ഈ സെന്റൻസിലോട്ട് വരിക. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ കുറച്ച് പേര് കമന്റ് പോകുന്നുണ്ട്. അത് എയും ബി എന്ന കാറ്റഗറി പോകുന്നു. ഓക്കെ, അപ്പൊ നോർമലി നമുക്ക് നോക്കാം ഇതിനകത്ത് ഇനി ഏതാ ശരി. നിങ്ങൾ കമന്റ് പൊക്കോണ്ടിരിക്കുന്നു. നിങ്ങളുടെ കമന്റിൽ ഇതിൽ ഏതാ ശരി എന്ന് ഞാൻ പറയാം. ഓക്കെ, റീസെന്റ് ആയിട്ട് ടൈം കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതായത് റീസെന്റ് ടൈം എന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സെന്റൻസിനകത്ത് ഈ ഷീ അണ്ടർവെന്റ് സർജറി റീസെന്റ് എന്ന് പറയുന്നതിന്റെ അകത്ത് റീസെന്റ്ലി ആഡ് ചെയ്യാൻ പറ്റില്ല. റീസെന്റ് ആയിട്ട് നടക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ മോർണിംഗ് എന്ന് പറഞ്ഞില്ല, ആ ടൈം കിട്ടില്ലേ അവിടെ? ഓക്കെ, റീസെന്റ് അല്ലല്ലോ, അത് ഫിനിഷ്ഡ് ആക്ഷൻ ആക്കിയാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് റീസെന്റ് എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഏറ്റവും ആപ്റ്റായിട്ട് നിൽക്കുന്നത്, ഏറ്റവും ആപ്റ്റായിട്ട് ഇതിൽ ഏത് സെന്റൻസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഈസ്, അല്ലെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറി റീസെന്റ് ഉപയോഗിക്കാൻ ഏറ്റവും അക്കാഡമിക് ആയിട്ട് ഏത് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ അത് ബി ആണ്. റെജി ഓക്കെ, ബിൻസി, മാനസ ഓക്കെ, ബി പറഞ്ഞിരിക്കുന്നത്. ജുബി ജോമോൻ ഓക്കെ, നിസി ഓക്കെ, ബി പറഞ്ഞിട്ടുണ്ട്. നീതു ഓക്കെ, സ്മിത സുനിൽ ഓക്കെ, ജയ്ഷ ബി ഓക്കെ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ റീസെന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തോണം ഈ സെന്റൻസിലെ മിസ്റ്റേക്ക് അതാണ്. അപ്പൊ ഓരോ സെന്റൻസ് വൈസ് ആണ് ടിജു സാർ ഇന്ന് പോകുന്നത്. വെറുതെ ടെൻസ് പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഓരോ സെന്റൻസ് എഡിറ്റ് ചെയ്യാം, ഓരോ സെന്റൻസിനെയും ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം. നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ദയവ് ചെയ്ത് ഷീ ഹാസ് അണ്ടർഗോൺ സർജറി റീസെന്റ്ലി എന്ന് പറയുന്നതാണ് അക്കാഡമിക്. അത് ശ്രദ്ധിക്കുക, അത് റീസെന്റ് ആയിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം അത് പാസ്റ്റ് തുടങ്ങിയ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതായത് റീസെന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം ഷീ അണ്ടർവെന്റ് സർജറി ഇത് ഓൾറെഡി ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. സോ അതുകൊണ്ട് നമുക്ക് റീസെന്റ്ലി പറയുമ്പോൾ ബി എന്ന ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് റൈറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ഷീ അണ്ടർവെന്റ് സർജറി യെസ്റ്റർഡേ. ഇതിൽ എ ആണോ ബി ആണോ ശരി? നിങ്ങൾ വായിക്കുക, നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം എത്രത്തോളം സെന്റൻസ് നിങ്ങൾ പറയുന്ന സെന്റൻസിൽ. കാരണം നമുക്കൊരു ക്വിസ് സെക്ഷൻ പോലെ നമുക്ക് പോവാം, ഇന്ററാക്റ്റീവ് സെക്ഷൻ. ഇതിന്റെ അകത്ത് എ പറഞ്ഞിരിക്കുന്നത് ഷീ അണ്ടർവെന്റ് സർജറി യെസ്റ്റർഡേ, ഷീ ഹാസ് അണ്ടർഗോൺ സർജറി യെസ്റ്റർഡേ. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എഴുതുമ്പോൾ ഓർത്തോണം, ഈ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് കാണുമ്പോൾ അവരും കമന്റ് ചെയ്ത് പോണം. ഓക്കെ, അപ്പൊ ദേവി ഷീ അണ്ടർവെന്റ് സർജറി യെസ്റ്റർഡേ. ഓക്കെ ഓക്കെ, എ പറയുന്നു. ഓക്കെ, എസ്റ്റർഡേ പറഞ്ഞു. കാരണം റീസെന്റ് വന്നപ്പോ ഷീ ഹാസ് അണ്ടർഗോൺ പറഞ്ഞു. ബട്ട് എസ്റ്റർഡേ വന്നപ്പോ എന്ത് വരും? ഓക്കെ, എ കൂടുതലായിട്ട് വരുന്നു. ഓക്കെ, ക്ലാസ് മനസ്സിലാകുന്നുണ്ടെന്ന് ക്ലിയർ ആയി. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആകുമ്പോൾ സാറ് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ റിസൾട്ട് എനിക്ക് കിട്ടും. ഓക്കെ, ഒരുപാട് പേര്. ഓക്കെ, ആൻസി, അനീഷ് ഓക്കെ, മെറിൻ ഓക്കെ, ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡാഫിനി, എല്ലാരും, ആശ, അജയ്, എല്ലാരും കൂടുതൽ പേരെ. സോ ഹാപ്പി. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആകുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലോട്ട് എക്സിക്യൂട്ട് ആയി അല്ലെങ്കിൽ ക്ലിയർ ആയതുകൊണ്ടാണ് നിങ്ങൾ ആൻസർ ഇപ്പോഴും കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ശരിയല്ലേ? സോ നമുക്ക് പോകാം. എ എന്ന കാറ്റഗറി. സോ ഷീ അണ്ടർവെന്റ് സർജറി യെസ്റ്റർഡേ, കാരണം അത് ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. സോ അണ്ടർവെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സർജറി ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്നു. സോ യെസ്റ്റർഡേ എന്ന ടൈം ഫ്രെയിം വരുമ്പം നമ്മൾ എന്ത് ഉപയോഗിക്കണം? അവിടെ ഷീ അണ്ടർവെന്റ് സർജറി, അതായത് എ ആണ് ആപ്റ്റ് ആയിട്ട് നിൽക്കുന്ന സെന്റൻസ്. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഷീ അണ്ടർവെന്റ് സർജറിയാണ് യെസ്റ്റർഡേ വന്നുകൊണ്ട്. മനസ്സിലാക്കണം. സോ ദ ആൻസർ ഈസ്, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. തെരേസ ഓക്കെ ഓക്കെ, ലിറ്റ ചെറിയാൻ, തെരേസ ബിനോജ് എ ഓക്കെ ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എനിക്കൊന്ന് കുറച്ച് കുട്ടികൾ കമന്റ് ചെയ്ത് അവർക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം നേരത്തെ തെറ്റിക്കൊണ്ടിരുന്നവർ ഇപ്പം ക്ലിയർ ആയിട്ട് വരുന്നു. സിമ്പിൾ പാസ്, വെരി ഗുഡ്. തില ഓക്കെ, രഹന ഓക്കെ, ജുബി ജോമോൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അവർക്ക് ആ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ട്, അത് മൈൻഡിൽ കയറിയിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഷീ അണ്ടർവെന്റ് സർജറി യെസ്റ്റർഡേ. ഓക്കെ, ക്ലിയർ ആയി. ദിയ ഓക്കെ. സോ നെക്സ്റ്റ് മൂവിങ് ഉണ്ട്, നമ്മൾ അടുത്ത സെക്ഷനോട്ട് പോവാം. നമുക്ക് ഓരോ സെന്റൻസ് പെതുക്കെ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നിങ്ങൾ എല്ലാരും വായിക്കാം. ഷീ അണ്ടർവെന്റ് സർജറി ദിസ് വീക്ക്, ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് വീക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ പറ്റുമോ? ഇതിൽ എയും ബിയും കറക്റ്റ് ആണോ, അതോ എ ആണോ ബി ആണോ ശരി? ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മളിപ്പോ നിൽക്കുന്ന ടൈം? നമ്മളിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറൻസ് വരുത്താം. ഞാനിപ്പോ നിൽക്കുന്നത് ഈ ആഴ്ച തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എലിസബത്ത് ബേബി ഓക്കെ,
സാറാ മാത്യു ബി ആണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഷീ ഹാസ് അണ്ടർഗോൺ എന്ന് പറയുമ്പം ഈ ആഴ്ച എന്ന കാറ്റഗറി ദിസ് വീക്ക് എന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ നോക്കണം. ദിസ് വീക്ക് എന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ മറക്കല്ല്, തെറ്റരുത്. ഹാസ് അണ്ടർഗോൺ ഈ ദിസ് വീക്ക് എന്ന് പറയുമ്പോൾ ആ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഈ ആഴ്ചയാണ്. ഈ ആഴ്ച ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം കൊടുക്കണം, ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ കഴിഞ്ഞ് മാറുമ്പോഴാണ് അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു വീക്കെൻഡ് വന്നു കഴിഞ്ഞു, അടുത്ത വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അത് ആ ദിസ് വീക്ക് എന്ന് പറഞ്ഞ വീക്കെൻഡിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അത് റീസെന്റ് ആക്ടിവിറ്റി ആണ്. അപ്പൊ അവര് പറയുന്നു ദിസ് വീക്ക്. വെരി ഗുഡ്. ബി ആൻസർ പോകുന്നു. രൂപക് ഓക്കെ, അഖില, പ്രിയ ഓക്കെ, ഐ എം സോ ഹാപ്പി. ഒരുപാട് സന്തോഷം, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആകുമ്പോ. നീതു, മനു ഓക്കെ ഓക്കെ, അനു, സൂസൻ ഹായ് ഓക്കെ. ബി ആണ്. ഓക്കെ, ധന്യ, റോബിൻ ഓക്കെ, ആതിര, ജിനു ക്ലിയർ ആകുന്നു. അപ്പൊ ഓക്കെ, ഇവിടെ ആൻസർ ഈസ് ഇവിടെ നിങ്ങൾ ക്ലിയർ ആക്കാം. ഈ സെന്റൻസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇനി ഈ സെന്റൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വീക്ക് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ഈ എ കറക്റ്റ് ആക്കാമായിരുന്നു. എങ്ങനെ നിങ്ങളത് കറക്റ്റ് ആക്കാനോട് പഠിക്കണം. ഷീ അണ്ടർവെന്റ് സർജറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈം പറഞ്ഞ് അവിടെ സെന്റൻസ് കറക്റ്റ് ആക്കുവാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആക്കുവാണെങ്കിൽ ആ എയും കറക്റ്റ് ആക്കാം. ബട്ട് നിലവിൽ നമ്മൾ ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം? ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ഈ ദിസ് വീക്ക് എന്നൊരു ഐഡിയ ഓർക്കണം. ക്ലിയർ ആകുമെന്ന് വിചാരിച്ചു. അപ്പൊ സോ പ്രസന്റ് പെർഫെക്റ്റ്, വെരി ഗുഡ്. ടെൻസ് വെച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ, സോ വെരി ഗുഡ്. അപ്പൊ അത് എയും ബി എന്ന കാറ്റഗറി ബി ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്, കുട്ടികൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നെക്സ്റ്റ് മൂവിങ് ഉണ്ട്, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. നിങ്ങൾ നമുക്ക് ആ സെക്ഷൻ ഓരോന്ന് എഡിറ്റ് ചെയ്ത് പോവാം. കാരണം ഇതിന്റെ എൻഡിൽ ഞാൻ നിങ്ങൾക്ക് കുറെ സെന്റൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് സെന്റൻസ് ഒന്ന് എഡിറ്റ് ചെയ്യണം പല രീതിയിൽ. ഇന്ന് കുറച്ച് എഡിറ്റിംഗ്, സെന്റൻസ് എഡിറ്റിംഗ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഉണ്ടോ? അടുത്ത നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ ടൈം ഫ്രെയിം വന്നിരിക്കുക ഇൻ 2019 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ എ ആണോ ബി ആണോ? പലരും തെറ്റിക്കുന്നു. പലരും പറയുന്ന ടൈം ഇടാൻ പറ്റില്ല, ഹാസ് അണ്ടർഗോൺ എന്നാണ്. ഞാൻ അത് ക്ലിയർ ആക്കി. ഇനിയുള്ള സെഷൻ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അത് ക്ലിയർ ആക്കി തരാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഷി ഹാസ് അണ്ടർഗോൺ സർജറി ഈ 2019 എന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. നോക്കിയേ, അപ്പൊ എ ആണോ ബി ആണോ? ഓക്കെ, കുറച്ച് കുട്ടികൾ കമന്റ് ചെയ്യാൻ തുടങ്ങി. ടൈം വന്നു, അതായത് 2019 നടന്നിരിക്കുന്നത്. ആ ടൈം ഫ്രെയിം അത് ഫിനിഷ് ആയിരിക്കുകയാണ്. ഓർക്കണം, അത് ഫിനിഷ്ഡ് ആയി, അത് ആ ഒരു ടൈം ഡ്യൂറേഷൻ. കാരണം ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന 2090 അല്ല, ശരിയല്ലേ? നമ്മൾ 2020 എന്ന കാറ്റഗറി പൊക്കോണ്ടിരിക്കുമ്പം നിങ്ങൾ ഓർക്കണം ഇത് 2090 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ഫിനിഷ്ഡ് ആണ്. ആ ഒരു ടൈം ഫ്രെയിം ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുവാണ്. കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു, കുറച്ച് എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും, കുറച്ചുകൂടി നമ്മളുടെ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഇതൊന്നാണോ? ഇതൊന്നല്ല, ഒരിക്കലും അല്ല, ഒന്നല്ല. ഷീ അണ്ടർവെന്, ഷീ ഹാസ് അണ്ടർഗോൺ ഒന്നാന്ന് പറയുന്നവരുണ്ട്. അതിന്റെ കൂടെ തന്നെ വേറെ കുറച്ച് കുട്ടികൾ എ പറയുന്നു. ഒരുപാട് സന്തോഷം. അനുമോൾ കെ ജോൺ ഓക്കെ, നിനി ജെറി, ജോമിയോ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം, ചില കുട്ടികൾ ഇതിന്റെ അകത്ത് മിസ്റ്റേക്ക് ഷീ ഹാസ് അണ്ടർവെന്റ് എന്നൊക്കെ എഴുതും കേട്ടോ. ഷീ ഹാസ് അണ്ടർവെന്റ് എന്ന് എഴുതും. ദൈവം തെറ്റാണ്, ശ്രദ്ധിക്കണം. ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. വെരി ഗുഡ്, പ്രൊസീഡ്. ഓക്കെ, സോ ഷീ അണ്ടർവെന്റ് എന്ന കാറ്റഗറി ഷീ ഹാസ് അണ്ടർവെന്റ് എന്ന് എഴുതരുത്, തെറ്റാണ്. ചിലപ്പം നിങ്ങളുടെ സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ പഠിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ട്യൂട്ടർ ശ്രദ്ധിച്ചു കാണില്ല നിങ്ങൾ എഴുതിയതിന്റെ അകത്തുനിന്ന്. ബട്ട് നമുക്കറിയാമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. നമ്മുടെ ട്യൂട്ടറിനോട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പല കുട്ടികളും ചിലപ്പോൾ ഞങ്ങളുടെ അക്കാഡമി പഠിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു അക്കാഡമിയിലായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. നിങ്ങൾ ക്ലാരിറ്റി കിട്ടണം ഓരോ സെന്റൻസിലും. എങ്കിൽ മാത്രമേ എനിക്ക് ക്ലിയർ ആവുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് ഉറപ്പിക്കണം, എന്നിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മൂവിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എയും ബിയും എന്ന കാറ്റഗറി, ഇതിനകത്ത് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഓക്കെ. ഇതിനകത്ത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് അനി സേവിയർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ടെൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ അനി, ഓക്കെ, ഫിനിഷ്ഡ് ആക്ഷൻ ആണ് ഇതിൽ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. ട്രീസ അഗസ്റ്റിൻ ഓക്കെ, ഷിലു ഷാജി പറഞ്ഞിട്ടുള്ള എ ആണ്. ഓക്കെ, എ ആണെങ്കിൽ ദേവി ശ്രദ്ധിക്കുക, എ കറക്റ്റ് ആണ്, ശ്രദ്ധിക്കുക. ബി എന്ന റോങ് ആയിട്ട് വരും, കാരണം ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അവിടെ ഷീ ഹാസ് അണ്ടർഗോൺ പറ്റില്ല, ദേവി ശ്രദ്ധിക്കണം. പിന്നെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൂവിങ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി മുന്നോട്ട് വരുന്നു, നോക്കാം. നെക്സ്റ്റ് മൂവിങ് ഉണ്ടോ? ഷീ അണ്ടർവെന്റ് സർജറി ജസ്റ്റ് നൗ. ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ജസ്റ്റ് നൗ. ഓക്കെ, ഇതിലേതാ ശരി? നമുക്ക് തുടരാം. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിലേതാ ശരി? ക്ലിയർ ആക്കാം. നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ക്ലാരിറ്റി കീപ്പ് ചെയ്യാം. ഇതിലേ ആണോ ബി ആണോ ശരി? നോക്കാം. ഷീ അണ്ടർവെന്റ് സർജറി ജസ്റ്റ് നൗ.
ഇതിനകത്ത് ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ജസ്റ്റ് നൗ ആണ്. ഇതിലേതാന്ന് ക്ലിയർ ആക്കാം. നിങ്ങൾക്ക് നോക്കാം. കമന്റ് വരട്ടെ. ഓക്കെ, ബി വരുന്നു. ഓക്കെ, ഷീ അണ്ടർഗോൺ സർജറി ജസ്റ്റ് നൗ എന്നാ പറയുന്നത്. നിങ്ങൾ ഓർക്കണം, ജസ്റ്റ് നൗ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കഴിഞ്ഞതേ ഉള്ളൂ എന്ന കാറ്റഗറിയാണ്. അത് റീസെന്റ് ആണ്. സോ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്. കുറെ പേര് കമന്റ് ചെയ്യുന്നു. റജി, ഓക്കെ, ഷീ ഹാസ് അണ്ടർഗോൺ എന്ന് പറയണം. അപ്പൊ ജസ്റ്റ് നൗ എന്ന ടൈം വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം. അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾ സംസാരിക്കണമെങ്കിൽ, നിങ്ങൾ റീസെന്റ് കാര്യങ്ങളാണെങ്കിൽ ഹാസ് അണ്ടർഗോണെ ഉപയോഗിക്കാവൂ. ഒരിക്കലും ഷീ അണ്ടർവെന്റ് എന്ന് എഴുതരുത്. അപ്പം പല സിറ്റുവേഷനാ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് ഒന്നാണെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ചില സിറ്റുവേഷൻ വരുമ്പം ചിലത് അയ്യോ ചിലപ്പോൾ ഹാസ് അണ്ടർഗോണെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന് മനസ്സിലാക്കണം. കാരണം അത് നമ്മൾ വേർഡ് എഡിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുവരെ അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ സെന്റൻസ് കൃത്യമായിട്ട് ഷീ അണ്ടർവെന്റും ഷീ ഹാസ് അണ്ടർഗോണും അത് എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട്. നിങ്ങൾ എഴുതിയ ലെറ്ററിന്റെ അകത്ത് സീരിയസ് മിസ്റ്റേക്ക് ആണ് അത്. മിക്കവരും പറയുന്നു ഓർഗനൈസേഷൻ കറക്റ്റ് ആണ്, എനിക്ക് ഓർഗനൈസേഷൻ കറക്റ്റ് ആണ്. പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് 3 തവണ എഴുതി, 2 തവണ എഴുതി, 4 തവണ എഴുതി, 5 തവണ എഴുതി കിട്ടിയിട്ടില്ല. ബട്ട് ഞാൻ ഓർഗനൈസേഷൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇവിടെ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്സ് ഒരുപാട് കൂടുതലാണ്. സോ അതാണ് സീരിയസ് മിസ്റ്റേക്ക്. അത് ക്ലിയർ ചെയ്യണം. അവിടെ ഷീ ഹാസ് അണ്ടർവെന്റ് എന്ന് എഴുതി അങ്ങനെ ഒരു 10 സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻസ് മാറിക്കിടക്കുവാണ്. ടൈം ഇൻഡിക്കേഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ കേസ് നോട്ട് പ്രകാരം നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ എഴുതി. ബട്ട് വായിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ അയാൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. സോ നമുക്ക് നോക്കാം. അങ്ങനെയാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാം. ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ജസ്റ്റ് നൗ ആണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഹാസ് അണ്ടർഗോൺ വെച്ച് വേണം പറയാം. ഞാൻ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഐ ഹാവ് കോൾഡ് ഹെർ ജസ്റ്റ് നൗ ആ. ഒരിക്കലും ഐ കോൾഡ് ഹെർ ജസ്റ്റ് നൗ എന്ന് പറയരുത്. ഞാൻ കുറച്ച് ബേസിക് കുറച്ച് എക്സാമ്പിൾ പറയാണ്. ഞാൻ അവനെ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ഐ സോ ഹെർ ജസ്റ്റ് നൗ എന്ന് പറയരുത്. ഐ ഹാവ് സീൻ. ഞാൻ കുറച്ച് സെൻസിനകത്ത് എഴുതുന്നില്ല. ഐ ഹാവ് സീൻ ഹെർ ജസ്റ്റ് നൗ എന്ന് വേണം പറയാൻ. ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, ഞാൻ ഗ്രാമർ പഠിച്ചതേ ഉള്ളൂ കുറച്ച് മുമ്പ്. എങ്ങനെ പറയും? ഐ ഹാവ് ടോട്ട് ആണ്. ഒരിക്കലും ഐ ടോട്ട് ഗ്രാമർ ജസ്റ്റ് നൗ സെന്റൻസ് മേക്ക് ചെയ്തരുത്. റീസെന്റുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സോ ഐ ഹാവ് ടോട്ട് ഗ്രാമർ ജസ്റ്റ് നൗ ആണ്. അപ്പൊ നമ്മുടെ കുറച്ച് കുട്ടികൾക്ക് അത് അറിയാം, നന്നായിട്ട് അറിയാം. അപ്പൊ ദേവി നിങ്ങളത് മനസ്സിലാക്കണം, ക്ലിയർ ആക്കണം. ജസ്റ്റ് നൗ എന്ന വേർഡ് വന്നാൽ നിങ്ങളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ ട്യൂട്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടരുത്. നിർബന്ധമുള്ള കാര്യമാണ്. ക്ലിയർ ആയിട്ട് പോകണം. അപ്പൊ ഓക്കെ, ജസ്റ്റ് നൗ എന്ന കാര്യമാണെങ്കിൽ അത് റീസെന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. പ്രസന്റ് പെർഫെക്റ്റ്, വെരി ഗുഡ്. ഐ ഹാവ് ജസ്റ്റ് ഓക്കെ. ഓക്കെ, ഇതിനകത്ത് പ്രസീദ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ, പ്രസീദിന്റെ കമന്റ് ഓക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതായത് ഇതിനകത്ത് പ്രസീദ് പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് ജസ്റ്റ് സീൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഐ ജസ്റ്റ് നൗ എൻഡിൽ തന്നെ പോണോ സാർ എന്ന കാറ്റഗറി ഉണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പ്രസീദിനുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ജസ്റ്റ് സീൻ. അപ്പൊ ജസ്റ്റ് നൗ എന്ന കാറ്റഗറി അവിടെ കൊടുക്കാം. അല്ലെ ജസ്റ്റ് നൗ ഐ ഹാവ് സീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം പ്രസീദ്. അപ്പൊ അതിന്റെ അകത്ത് കുഴപ്പങ്ങളില്ല. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരിയാണ്. അപ്പൊ നോർമലി ഐ ഹാവ് ടോട്ട് ഗ്രാമർ ജസ്റ്റ് നൗ. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അശോക് ഓക്കെ, സന്ദീപ് ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കമന്റിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് തില സബ്ജക്ട് പ്ലസ് ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നു. ഓക്കെ, സെന്റൻസ് സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ജയലക്ഷ്മി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കണം, ജസ്റ്റ് നൗ എന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ഓർക്കണം നമ്മൾ ഷീ ഹാസ് അണ്ടർഗോൺ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വേണ്ട. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ ചെയ്തതേ ഉള്ളൂ എന്ന കാറ്റഗറി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഉണ്ടോ? നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് മൂവിങ് ഉണ്ട്, നോക്കാം. ഞാനൊരു സെന്റൻസ് പറയുന്നു. ഹി അറൈവ്ഡ് 5 minutes ago. ഹി ഹാസ് അറൈവ്ഡ് 5 minutes ago. സെന്റൻസ് എഡിറ്റ് ചെയ്യാം. ഇതിൽ ഏതാ ശരി? എ ആണോ ബി ആണോ ശരി? ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, കുറച്ചു പേര് നന്നായിട്ട് പോകുന്നു. ജുബി ജോമോൻ ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ, ജുബിയുടെ ഞാൻ വെരി ഗുഡ് ആയിട്ട് എടുക്കുകയാണ്. കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം വരുന്നത്, ക്ലാസ് കുറച്ചുകൂടെ പവർഫുൾ ആകുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ് നിങ്ങൾക്ക്, ഒരുപാട് സന്തോഷം. ഓക്കെ, ഷീബ ഫിലിം ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഉണ്ട്. ഹി അറൈവ്ഡ് 5 minutes ago. ഹി ഹാസ് അറൈവ്ഡ് 5 minutes ago. ഇതിൽ ഏതാ ശരി? എ ആണോ ബി ആണോ? നോക്കിയേ, കമന്റ് ചെയ്തേ. സാറാ മാത്യു ഓക്കെ, ബി ആണ്. കുറച്ച് പേര് ബി പറയുന്നു. അത് എ ആണോ ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ സെന്റൻസ് നോക്കണം. ഹി ഹാസ് അറൈവ്ഡ് 5 minutes ago എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഗോ വന്നിട്ടുണ്ട്. നിങ്ങൾ കമ്പൾസറി ആലോചിച്ച് വേണം കമന്റ് ചെയ്യാൻ. ആലോചിക്കുക, എയും ബിയും മിക്സ്ഡ് അപ്പ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നു, നിങ്ങൾ ഓർക്കുക. ഓക്കെ ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ബി വരുന്നു. ഓക്കെ, മഞ്ജു ഓക്കെ, മനക്കൽ ഓക്കെ, അനു കുര്യൻ
അഞ്ചു മുരളി ഓക്കെ, കുറെ പേര് കമന്റ് ചെയ്യുന്നു. കമന്റ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം ക്ലിയർ ആക്കാം. നിങ്ങളിലുള്ള തെറ്റുകൾ തന്നെ നമുക്ക് ക്ലിയർ ആക്കി പോവാം. ഓക്കെ, ഹി അറൈവ്ഡ് 5 minutes ago എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ 5 minutes ago എന്ന് പറയുമ്പോൾ ഈ എഗോ എന്ന ടൈം എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി ഫിനിഷ്ഡ് ആയി, അത് ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. നമുക്കപ്പം എപ്പോഴും കൃത്യമായിട്ട് പറയേണ്ടത് എ ആണ് കാറ്റഗറി എന്ന് പറയണം. നിങ്ങൾ ഓർത്തോണം, ഇവിടത്തെ എഗോ എന്ന കാറ്റഗറി ടൈം ഇൻഡിക്കേഷൻ വരുമ്പം റീസെന്റ് വരുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ച പോലെ നിങ്ങൾ കുറച്ചൊരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ വേർഡ്സ് ഉപയോഗിക്കണം. നിങ്ങൾ നാളെ ചിന്തിക്കണം നിങ്ങളുടെ ലെറ്ററിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. സെന്റൻസ് എഡിറ്റ് ചെയ്യണം, സെന്റൻസ് ക്ലിയർ ആക്കണം. സോ ഹി അറൈവ്ഡ് 5 minutes, ഹി അറൈവ്ഡ് 5 minutes ago എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹി ഹാസ് അറൈവ്ഡ് എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് എ ആണ്. സോ ശ്രദ്ധിക്കണം, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി അറൈവ്ഡ് 5 minutes ago എന്നാണ്. സോ വളരെ കറക്റ്റ് ആയിട്ട് പോകുന്നു കുറെ പേര്. ഓക്കെ, ദീപ്തി, ഓക്കെ, വിനായക്, ഓക്കെ, രഹന, ഓക്കെ, അത് കറക്റ്റ് ആണ്. ശ്രദ്ധിക്കണം, എഗോ എന്ന കാറ്റഗറി ഫിനിഷ്ഡ് ആണ് നിങ്ങളുടെ മൈൻഡിലോട്ട് കയറുന്നുണ്ട് ഓരോ സെന്റൻസും. കാരണം ചിലപ്പം നമ്മൾ ഇതെല്ലാം പഠിക്കും, നമ്മളിപ്പോ ഈ ടെൻസ് എല്ലാം നമുക്കറിയാം, സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും. ബട്ട് ചില സെന്റൻസ് എഴുതുമ്പം അതിനകത്ത് നമുക്ക് മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പലർക്കും. അപ്പൊ നിങ്ങൾ ഓർക്കണം എഗോ എന്ന കാറ്റഗറി. ഓക്കെ, അനു കുര്യൻ കംപ്ലീറ്റഡ് ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു, കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഹി അറൈവ്ഡ് 5 minutes ago എന്നുള്ളതാണ് കറക്റ്റ്. ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഉണ്ട്. ഷീ അണ്ടർവെന്റ് സർജറി ലാസ്റ്റ് വീക്കും പറഞ്ഞിട്ടുണ്ട്. ഓർക്കണം, കോംപ്ലിക്കേറ്റഡ് ആകുന്നു. ഷീ ഹാസ് അണ്ടർഗോൺ ദിസ് വീക്ക് ആണ്. ഓർക്കണം, രണ്ട് സെന്റൻസും വായിച്ചിട്ട് മുന്നോട്ട് പോകാവൂ. എ എഴുതി വിടുന്നവർ ദിവസം ശ്രദ്ധിക്കുക, രണ്ടും വായിച്ച സെന്റൻസ് പോവുക. ഈ എ ആണോ ബി ആണോ ശരി, ഇത് എയും ബിയും ശരിയാണോ നോക്കി ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലായവർക്ക് ഇത് തെറ്റില്ല, അവർ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്ത് മുന്നോട്ട് പോകും. നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ, എഫക്റ്റീവ് ആണോ, ഈ സെക്ഷൻ യൂസ്ഫുൾ ആണോ നമുക്ക് നോക്കാം. എ ആണോ ബി ആണോ? ഷീ അണ്ടർവെൻ സർജറി ലാസ്റ്റ് വീക്ക് എന്നാ വന്നിരിക്കുന്നത്. ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് വീക്ക് എന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാ ശരി? കൃത്യമായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് കമന്റ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ജെയ്സി ജോസ് പറഞ്ഞിരിക്കുന്നു ഇത് ബോത്ത് ആർ കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എ ആൻഡ് ബി. ഓക്കെ, അനു വർഗീസ് എയും ബിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് മുന്നോട്ട് പോവാം. ഷീ അണ്ടർവെൻ സർജറി ലാസ്റ്റ് വീക്ക് ആണ്, ഷീ ഹാസ് അണ്ടർഗോൺ സർജറി. അപ്പൊ ഇതിനകത്ത് എയും ബിയും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ? ആക്കില്ല. റിതു നവി എന്ന് പറഞ്ഞു, തെരേസ. ഓക്കെ, എയും ബിയും. ഇവിടെ നിങ്ങൾ ഓർക്കണം, പല കുട്ടികളും അത് ശ്രദ്ധിക്കില്ല. ഷീ അണ്ടർവെൻ സർജറി ലാസ്റ്റ് എന്നുള്ള ഒറ്റ വേർഡിൽ അത് മാറിക്കിടക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയി കഴിഞ്ഞാൽ മൊത്തം തെറ്റും. ഷീ അണ്ടർവെൻ സർജറി ലാസ്റ്റ് വീക്ക് തിരിച്ച് ഷീ ഹാസ് അണ്ടർഗോണ്ട് അവിടെ വന്നായിരുന്നേ. ലാസ്റ്റ് എന്നുള്ള ഒരു വേർഡ് ഈ സെന്റൻസിലെ സീരിയസ് മിസ്റ്റേക്ക് ആക്കി മാറ്റും. നിങ്ങളുടെ സെന്റൻസാ കറക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരുപാട് കുട്ടികൾ സ്വന്തമായിട്ട് സെന്റൻസ് എഴുതാൻ പറ്റില്ല. അവർ പറയുന്നു, സാർ ഞങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, അല്ലെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് പലരും വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് പറയിടാണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ആ സെന്റൻസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തെറ്റില്ല അല്ലേ? ഇന്ന് ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുമ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ദിസ് വീക്ക് എന്ന കാറ്റഗറി നിങ്ങൾ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ, സോ എ ആൻഡ് ബി കുറെ പേര് കമന്റ് ചെയ്യുന്നു, ഒരുപാട് സന്തോഷം. ജയലക്ഷ്മി ബോത്ത് ആണ്. ഓക്കെ, ലിനി സിബി ബോത്ത് ആർ കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ബോത്ത് ആർ കറക്റ്റ് ആണ്. ഇവിടെ രണ്ടും എയും ബിയും നമ്മൾ കറക്റ്റ് ആയിട്ടാണ് സെന്റൻസ്, തെറ്റിയിട്ടില്ല, ഓർക്കണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് മൂവിങ് ഉണ്ട്. ഓക്കുക, സെന്റൻസ് വായിക്കുക, എന്നിട്ട് സെന്റൻസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ശ്രദ്ധിക്കുക. ഇത് രണ്ടിന്റെ മീനിങ് എന്താണ്, ഈ മീനിങ് ക്ലിയർ ആക്കണം. എ ആണോ ബി ആണോ? ഇത് ഞാൻ കുറെ സ്റ്റുഡൻസിന്റെ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് നമ്മൾ ഇതിന്റെ അകത്ത് പോകുന്നത്. ആ സെന്റൻസ് നമ്മൾ എഡിറ്റ് ചെയ്യുക, ആ സെന്റൻസ് ഡിസ്കസ് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ നോക്കണം. എ ആണോ ബി ആണോ? എ, ഹി ലിവ്ഡ് ഇൻ ദ UK for 3 years എന്ന് വന്നിരിക്കുക. ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ UK for 3 years എന്ന് വന്നിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ശരി? ഇതിന്റെ മീനിങ് എന്താ നമുക്ക് നോക്കാം. ഹി ലിവ്ഡ് ഇൻ ദ UK. അപ്പം ഇവിടെ നോക്കണം, ഇത് ചിലർ പറയുന്നുണ്ട് ഹി ലിവ്ഡ് എന്ന് പറയുന്നതും ഹി ഹാസ് ലിവ്ഡും സെയിം മീനിങ് ആണെന്ന്. അവിടെ ടൈം ഉപയോഗിക്കാൻ പറ്റില്ലെന്നും ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ദേവീയ തെറ്റാണ്. ചിലയിടത്തല്ല, ചില കുട്ടികൾ അവർ അങ്ങനെ തെറ്റിദ്ധാരണ അവർ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ദേവി അത് മിസ്റ്റേക്ക് ആണ്, റോങ് ആണ്. അത് നിങ്ങൾക്ക് ഈ ലൈവ് സെക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകും. കുറെ എക്സാമ്പിൾസ് പറയുമ്പോഴേ നമുക്ക് ക്ലിയർ ആവുള്ളൂ എപ്പോഴും. ഓക്കെ, ഇവിടെ പറയുന്നു. ഓക്കെ, കുറച്ചുപേര് നന്നായിട്ട് പോകുന്നു. ബി എന്ന കാറ്റഗറി, ഹി ലിവ്ഡ് ഇൻ ദ UK for 3 years എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ മീനിങ് എന്താ? ബി ഈസ് കറക്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ തെറ്റാണെന്നാ പറഞ്ഞിരിക്കുന്നത്. സിൻസ് ആക്ഷൻ ഒരു എക്സാമ്പിൾ. ഓക്കെ ഓക്കെ, ജുബി സൈമൺ. ഓക്കെ, നെക്സ്റ്റ് അനില ട്രീസ. ഓക്കെ, നിസി ബി പറയുന്നു. അപ്പൊ എ തെറ്റാണോ നിസി? ആലോചിക്കണം നിസി. അതേപോലെ നക്സ. ഓക്കെ, ധന്യ ബി എന്നാ പറഞ്ഞിരിക്കുന്നത്.
ഇത് രണ്ടിന്റെ മലയാളം നോക്കണം. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. രണ്ട് സെന്റൻസ് ശരിയാണോ, ഏതെങ്കിലും സിറ്റുവേഷന് ശരിയാകുമോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കാം. ചിലര് ധരിച്ചിരിക്കുന്നത് ഞാൻ പറയാം. പലരും പറഞ്ഞു വെച്ചിരിക്കുന്നതല്ല, പലരും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. കാരണം ഈ രണ്ട്, ഈ ലിവിഡും ഹാസ് ലിവിഡും തമ്മിൽ ഒരുപാട് കോംപ്ലിക്കേഷനാണ് ടെൻസിൽ തന്നെ. കാരണം ഇത് ഒരു മാറ്റി വെക്കുമ്പോൾ ചില സമയത്ത് ഇതങ്ങ് ഒരുപോലെ ആകും, ചില സമയത്ത് ഇതിന് ഡിഫറൻസ് വരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാരണം, ഹി ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years എന്ന് പറയാണ്, ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years. ഈ രണ്ട് സെന്റൻസിന്റെ അകത്ത് എനിക്ക് തോന്നുന്നത് എല്ലാരും എനിക്ക് തോന്നുന്നു ഈ കമന്റിന്റെ ബോക്സ് ഞാൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഏറെക്കുറെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ബി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹി ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years എന്ന് പറയാൻ പറ്റില്ല. അതോ നിങ്ങൾ എന്റെ കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ആരെങ്കിലും കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ഓർക്കണം. ഹി ലിവ്ഡ്, ഈ ഹി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഹി ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years എന്ന് പറഞ്ഞാൽ അർത്ഥം പുള്ളിക്കാരൻ യുകെയിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ യുകെയിൽ ഉണ്ടായിരുന്നു. എത്ര? ഫോർ 3 years ആണ്. 3 വർഷം പുള്ളിക്കാരൻ യുകെയിൽ ഉണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഇപ്പൊ പുള്ളിക്കാരൻ യുകെയിൽ ഇല്ല. പുള്ളിക്കാരൻ ഇപ്പൊ ഇന്ത്യയിലായിരിക്കാം, അല്ല ന്യൂസിലാൻഡിലായിരിക്കാം, അല്ല വേറെ ഏതൊരു രാജ്യത്തായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഹി ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിനകത്ത് മിസ്റ്റേക്ക് ഇല്ല. അത് കറക്റ്റ് ആണ് ആ സെന്റൻസ്. ഇത് കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. അത് മീനിങ് വേറെ ആകുവാണ്. നിലവിൽ ഈ പറഞ്ഞ ഹി എന്ന് പറഞ്ഞ ആള്, അത് ആരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം എന്തില്ല, നിലവിൽ ഇപ്പൊ യുകെയിലല്ല. അതാണ് എന്റെ മീനിങ്. സോ ദ ആൻസർ അവിടെ കറക്റ്റ് ആണെങ്കിൽ അതാണ് എന്റെ മീനിങ്. എനിക്കകത്ത് യാതൊരു തെറ്റുകളും ഇല്ല, സെന്റൻസിന്റെ അകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾ ഏകദേശം എല്ലാവരും ബി ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. എ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നി. ഒരിക്കലും അല്ല, എ കറക്റ്റ് ആണ്. എക്കകത്ത് മിസ്റ്റേക്ക് ഇല്ല. അതിന്റെ മലയാളമാണ് ഞാൻ ക്ലിയർ ആക്കി തന്നത്. ഹി ലിവ്ഡ് എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്ന കാറ്റഗറിയാണ് വരുന്നത്. അതിന്റെ അകത്ത് മിസ്റ്റേക്ക് തെറ്റല്ല. ഇവിടാണ് സെന്റൻസ് എഴുതുമ്പോഴാണ് കുഴപ്പം. കാരണം പാസ്റ്റും സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റ് രണ്ട് ടെൻസ് എത്ര പഠിപ്പിച്ചാലും അതിനകത്തുനിന്ന് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഓരോ സെന്റൻസ് എടുത്താൽ മാത്രമേ ക്ലിയർ ആകുള്ളൂ. ഈ വീഡിയോ കാണുന്ന നമ്മുടെ മുഴുവൻ സ്റ്റുഡൻസും, അതുപോലെ തന്നെ ഈ OET പഠിക്കുന്ന മുഴുവൻ കുട്ടികൾ, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ, ഞങ്ങളുടെ ഫ്ലുവൻസിയുടെ സ്റ്റുഡൻസ് ഉണ്ട്, OETയുടെ സ്റ്റുഡൻസ് ഉണ്ട്, IELTSന്റെ സ്റ്റുഡൻസ്, എല്ലാവരും ഈ വീഡിയോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നാളെ കാണുകയും ചെയ്യും. ഒരുപാട് പേര് കാണുന്നു. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ ഹി ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years പറയാം, തെറ്റില്ല. അപ്പൊ ചിലര് ഈ രണ്ടാമത്തെ സെന്റൻസ്, അപ്പൊ സാർ രണ്ടാമത്തെ സെന്റൻസ് തെറ്റാണോ, ഞങ്ങൾ പറഞ്ഞ ആൻസർ ബി തെറ്റാണോ എന്ന് പലരും ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുമായിരിക്കും. എനിക്കറിയാം. ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യുകെയിലാണ്, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്, ഞാൻ ഇപ്പോഴും യുകെയിലാണ് എന്നാണ് അതിന്റെ മീനിങ്. ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ UK ഫോർ 3 years. അപ്പൊ ഞാൻ പ്രസന്റ് യുകെയിലാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ ഞാൻ യുകെയിൽ ഇല്ല, ഞാൻ വേറെ ഏതോ രാജ്യത്താണ്. രണ്ടാമത്തെ കേസിൽ ഞാൻ യുകെയിലുണ്ട് 3 വർഷമായിട്ട്. അത് റീസെന്റ് ആണ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇനി ചിലയിടത്തല്ല, നമ്മൾ മിക്കപ്പോഴും വിചാരിക്കും ഹി ഹാസ് ലിവ്ഡും ഹി ലിവ്ഡ് ഒന്നാണെന്ന്. ഒരിക്കലും അല്ല. ഇത് രണ്ടും ഡിഫറെന്റ് ആണ് മീനിങ്. മനസ്സിലാക്കണം. ചില കേസുകളിലാണ് ഒന്നായിട്ട് വരുന്നത്. അത് ഞാൻ പറയും. അതെങ്ങനെയാണ് മീനിങ് വരുന്നത്. അവിടെയും ഒരുപോലെ ആകാൻ വഴിയില്ല. അവിടെയും ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. ഈ രണ്ട് ടെൻസ് ഒന്നാന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ചിലർ ചോദിക്കും ഹി ഹാസ് ലിവ്ഡ് ഇൻ ദി UK ഫോർ 3 years. ഫോർ 3 years ടൈം ഇൻഡിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നോട് പേഴ്സണലി. ദയവ് ചെയ്ത് ടൈം ഇൻഡിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ഡ്യൂറേഷൻ ആണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ടാണ് അവിടെ ഉള്ള യുകെയിലുള്ളത്, അല്ലെങ്കിൽ 3 വർഷമായിട്ട് ഞാൻ യുകെയിലുണ്ട്, അന്ന് മുതൽ ഇപ്പോഴും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ പ്രസന്റിൽ ഞാൻ യുകെയിലാണ്, അങ്ങനെ ഞാൻ മീനിങ് വരുന്നത് ഹി എന്ന് പറഞ്ഞത് അദ്ദേഹം. അപ്പൊ ദയവ് ഇത് ഓർക്കേണ്ട കാര്യം, അതിന്റെ തെറ്റില്ല. ഫോർ 3 years ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. ഇനി എന്ന് മുതലാ? ഇനി ഇതിനകത്ത് ഒരു കുട്ടി ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു, സിൻസ് ഉപയോഗിക്കാൻ പറ്റുമോ ഈ ടെൻസിൽ? ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ UK സിൻസ് എന്ന് പറഞ്ഞിട്ട് സിൻസ് 2017 സാർ പറയാൻ പറ്റുമോ? സിൻസ് ഉപയോഗിക്കാൻ പറ്റുമോ? പറയാൻ പറ്റും. ഡ്യൂറേഷൻ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ ടെൻസ് ടൈം ഇൻഡിക്കേഷൻ കൊടുക്കാൻ പറ്റും. പലരും ടൈം ഇൻഡിക്കേഷൻ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു, മിസ്ലീഡ് ചെയ്യുന്നു. ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഡ്യൂറേഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ടെൻസ് എപ്പോഴും, ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇപ്പോഴും ഉണ്ട്, പ്രസന്റുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഡ്യൂറേഷൻ പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ടൈം ഉപയോഗിക്കേണ്ട എന്നല്ല, ടൈം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ചോദിക്കണം, എന്തുകൊണ്ട് ടൈം ഉപയോഗിക്കാൻ പറ്റില്ല, ഡ്യൂറേഷൻ പറയാൻ പറ്റുമല്ലോ, നിങ്ങൾ ചോദിക്കണം. ക്ലാരിറ്റി കീപ്പ് ചെയ്യണം ദയവ് ചെയ്ത്. അവിടെ ടൈം ഉപയോഗിക്കാൻ പറ്റും. ഹി ഹാസ് ലിവ്ഡ് ഇൻ ദി UK ഫോർ 3 years അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ ഇത് ബുക്കായിട്ട് നോട്ട് ചെയ്യുന്ന കൂടെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ക്ലിയർ ആക്കി നോട്ട് ചെയ്ത് എഴുതി വെക്കാം. ബട്ട് ടൈം എങ്ങനെ ഉപയോഗിക്കുന്നു? ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സെന്റൻസ് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇൻ 1997 അത് ഓൾറെഡി ഫിനിഷ്ഡ് ആണ്.
ഈ ഫോർ 3 years എന്ന് പറയുമ്പോൾ ഫോർ ദ ലാസ്റ്റ് 3 years എന്ന് കേട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ UK ഫോർ ദ ലാസ്റ്റ് 3 years, അല്ലെങ്കിൽ ഐ ഹാവ് ലിവ്ഡ് ഇൻ ദ UK ഫോർ ദ ലാസ്റ്റ് 3 years എന്ന് പറയുമ്പം ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് UK ഇപ്പോഴും ആണെന്നാണ്. ബട്ട് ആ ഹാവ് കട്ട് ചെയ്ത് ലിവ്ഡ് കയറ്റിയാൽ ലാസ്റ്റ് മാറ്റിയാൽ സെന്റൻസ് മാറി, ഞാനിപ്പോ UK മനസ്സിലാക്കണം. ഇത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഫ്ലുവൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഒരുപാട് സെക്ഷൻ നമ്മുടെ, അല്ല നിങ്ങൾ പുറത്തായിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് പോവാം. അപ്പൊ നിങ്ങൾ എഡിറ്റ് ചെയ്യണം. ഈ സെന്റൻസ് നിങ്ങൾ കാണുമ്പോൾ ഇനി തെറ്റാന്ന് പറയല്ല, ഇത് തെറ്റാണ്, ഇത് സിറ്റുവേഷൻ എന്താന്ന് മലയാളം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് സെന്റൻസ് എഴുതുവാണെങ്കിൽ തെറ്റില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു സീരിയസ് മിസ്റ്റേക്കാ. ഇത് പല കുട്ടികളും ഇത് പറഞ്ഞു കൊടുത്താൽ പോലും പിന്നെയും മിസ്റ്റേക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ എഴുതി വെക്ക്, ക്ലിയർ ആക്കണം. അങ്ങനെ തെറ്റില്ല. സോ നമ്മൾ പോകുന്നു അടുത്ത സെക്ഷൻ നമ്മൾ പോകുമ്പം ഞാൻ കുറച്ചേറെ സെന്റൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കുറച്ചേറെ സെന്റൻസ് നിങ്ങളിലോട്ട് കൊണ്ടുപോവാണ്. നിങ്ങൾ ഓർത്തോ, ഇതിനകത്ത് ഓരോ സെന്റൻസ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാ. നമ്പർ 1 ഫസ്റ്റ് സീരിയസ് മിസ്റ്റേക്സ് ഞാൻ പറയാം. നമ്മൾ സെന്റൻസ് എഡിറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഇത്രയും സെക്ഷൻ, ഈ ഒരു സെക്ഷൻ ഇത്രയും ക്ലിയർ ആയി വരും. കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആയി വരും. ഓക്കെ, സെന്റൻസ് സ്ട്രക്ചറും ഇതിനകത്ത് ഓരോ സെന്റൻസ് നമ്മൾ എഡിറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്പർ 1 സെന്റൻസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതണം. നമുക്ക് നോക്കാം എത്ര പേർക്ക് സെന്റൻസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, നിങ്ങൾ തെറ്റിക്കോട്ടോ, നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം. നമുക്ക് എഴുതി പഠിക്കാം. ഓക്കെ, നമ്പർ 1 നിങ്ങളുടെ സെന്റൻസ് ഞാൻ ഓർഗനൈസ് ചെയ്ത് ക്ലിയർ ആക്കി തരുന്നതാണ്, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഐ ഹാഡ് എ റിയലി സെന്റൻസ് ആകെപ്പാടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലേ, പലരും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഐ ഹാഡ് എ റിയലി ബാഡ് കഫ് അല്ലെ ബാഡ് കഫ് റീസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാഡ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സെന്റൻസാ. ഈ സെന്റൻസ് കാണുമ്പോൾ നമുക്ക് ഈ സെന്റൻസിൽ എന്താ പുള്ളിക്കാരി ഉദ്ദേശിച്ചിരിക്കുന്നത്, എഴുതിയിട്ടുള്ള ആൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ശരിയല്ലേ? ഈ സെന്റൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം? നിങ്ങളൊന്ന് നോക്കിയിട്ട് സെന്റൻസ് ഒന്ന് ഓർഗനൈസ് ചെയ്യാമോ? റീസെന്റ് എടുത്ത് കളയണോ? അതോ ബാഡ് കഫ് ആണ്, ബാഡ് കഫ് വേണോ, ആർട്ടിക്കിൾ വേണോ, ആ റിയലിയുടെ ആവശ്യം ഉണ്ടോ, അതോ ഐ ഹാഡ് ആണോ, അതോ ഐ ഹാവ് ഹാഡ് ആണോ, ഐ ഹാഡ് ആണോ, അവിടെ ഒരു ഹാവ് വുഡ് ആഡ് ചെയ്യണോ? എങ്ങനെ സെന്റൻസ് കറക്റ്റ് ചെയ്യാം? സെന്റൻസ് ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലിയർ ആക്കാം. നമുക്ക് ഇച്ചിരി ഡെപ്തിലോട്ട് പോവാം. സെന്റൻസ് എങ്ങനെ ക്ലിയർ ആക്കാം നിങ്ങൾ തന്നെ എഴുതണം. എനിക്ക് തോന്നുന്നു ചിലര് കമന്റ് ചെയ്യാൻ പറ്റില്ല, കമന്റ് ചെയ്യുന്നില്ല, അവർ ബുക്കിൽ എഴുതുവാന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം, നോക്കാം എത്ര സെക്ഷനിൽ നമുക്ക് കുട്ടികൾക്ക് ഇച്ചിരി ഡെപ്തിലോട്ട് നമുക്ക് കറക്ഷൻ പോവാം. അങ്ങനെയാണ് ഈ റീസെന്റ് വന്നിട്ടുണ്ടല്ലേ, പലരും ഓർക്കുന്നു. റീസെന്റ് വന്നപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആകും. സാർ അങ്ങനെയാണെങ്കിൽ ഹാഡ് പറയാൻ പറ്റുമോ? അവിടെ ബാഡ് കഫ് പറയാൻ പറ്റും. നമുക്ക് അതേ തുടങ്ങാം. ആർട്ടിക്കിൾ അവിടെ പറയാൻ പറ്റും. കാരണം കഫ് എന്ന കാറ്റഗറി, ഹെഡ് ഏക്ക് എന്ന കാറ്റഗറി നിങ്ങളോട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണണം. അത് റിയലി ബാഡ് കഫ് എന്ന് തന്നെ പറയേണ്ടത്. ഓക്കെ, ഇനി റീസെന്റ് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ആഡ് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ സെന്റൻസ് വരുമ്പം ഐ ഹാവ് ഹാഡ് എന്ന കാറ്റഗറി ആഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? പ്രസന്റ് പെർഫെക്റ്റിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ചോദിക്കും ഈ ഹാഫ് ഹാഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണോ എന്ന്. കറക്റ്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ സെന്റൻസ് നമ്പർ 1 വരുന്നത് എങ്ങനെ വരും? ഐ ഹാവ് ഹാഡ് എന്ന് വരും, അല്ലെങ്കിൽ ഹാവ് ഹാഡ് എ റിയലി ബാഡ് കഫ് റീസെന്റ് എന്ന് സെന്റൻസ് മേക്ക് ചെയ്യണം. അപ്പൊ ദൈവം നിങ്ങൾ കമന്റ് ചെയ്യുന്നു പല കുട്ടികളും. അപ്പൊ ദൈവം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള സാധ്യത. ആ വന്നു, റിയലി വന്നു, ബാഡ് കഫ് ആണ്. എനിക്ക് റീസെന്റ് ആയിട്ട് ബാഡ് കഫ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ മേക്ക് ചെയ്യണ്ടേ. അപ്പൊ അവിടെ ഈ ഹാഡിന്റെ ഇടയ്ക്കോട്ട് എന്തുകൊണ്ട് സെന്റൻസ് ചെയ്യണം? ഇത് ബുക്കായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഈ സെന്റൻസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഐ ഹാവ് എന്നൂടെ ആഡ് ചെയ്യണം. ഐ ഹാവ് ഹാഡ് ആണ്. പിന്നെ ചിലർ കുട്ടികൾ ചിലടത്ത് ബാഡ് കഫ് എന്ന് പറഞ്ഞല്ലോ, അതിന് എന്തിനാ സാറിനെ വെട്ടിക്കളയും. പലയിടത്തും അങ്ങനെ പറയുന്നില്ല. വേണം, സെന്റൻസ് തെറ്റാകും, സീരിയസ് മിസ്റ്റേക്ക് ആണ്. ദൈവം ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർക്കണം. സോ അവിടെ നമ്പർ 1 അപ്പൊ ഞങ്ങള് ക്ലിയർ ആക്കാം. ഓക്കെ, നമ്പർ 2. ഓക്കെ, നമ്പർ 1 ഞാൻ നോക്കിയപ്പോ കമന്റുകള് കുറയുന്നു. ഓക്കെ, നമ്മൾ സെന്റൻസ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, നമ്പർ 2 സെന്റൻസ് കറക്റ്റ് ചെയ്യണം. ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ജോബ് ലാസ്റ്റ് വീക്ക് ആണോ, ഐ ഹാവ് അപ്ലൈഡ് ആണോ, അതോ ഐ അപ്ലൈഡ് ആണോ? ലാസ്റ്റ് വീക്ക് വന്നിട്ടുണ്ട്. ഈ സെന്റൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം? ഇതിനകത്ത് എന്താ? അതോ ഐ അപ്ലൈ ആണോ, അപ്ലൈഡ് വേണോ, ഐ അപ്ലൈഡ് ആണോ ആക്കണ്ടേ, അല്ലെങ്കിൽ ഐ ഹാവ് അപ്ലൈഡ് ആക്കി ലാസ്റ്റ് വീക്ക് കട്ട് ചെയ്താൽ മതിയോ? എങ്ങനെ ഈ സെന്റൻസ് കറക്റ്റ് ആക്കാൻ പറ്റും? ഓക്കെ, ക്ലിയർ ആക്കാൻ നിങ്ങൾ കമന്റ് ചെയ്യണം. ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ജോബ് ലാസ്റ്റ് വീക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ലാസ്റ്റ് വീക്ക്. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ആ ലാസ്റ്റ് വീക്ക് അണ്ടർലൈൻ ചെയ്യണം. നിങ്ങളുടെ മിസ്റ്റേക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ഓർത്തോ, അവിടെ ലാസ്റ്റ് വീക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം. ഐ ഹാവ് അപ്ലൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ്. അത് റീസെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന മീനിങ് ആണ്. സോ ലാസ്റ്റ് വീക്ക് ഫിനിഷ് ടൈം അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ വരും സെന്റൻസ്?
ഐ ഹാവ് അപ്ലൈഡ് എന്ന മീനിങ് വരണം. ഐ ഹാവ് അപ്ലൈഡ് എന്ന കാറ്റഗറി വരും. ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ജോബ് ദിസ് വീക്ക് എന്ന് കൊടുത്താൽ ആ സെന്റൻസ് കറക്റ്റ് ആകുമോ? കറക്റ്റ് ആകും. അപ്പൊ അവിടെ സെന്റൻസ് വരുമ്പം അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് അങ്ങ് മാറ്റുക. ലാസ്റ്റ് വീക്ക് മാറ്റുക. ഐ ഹാവ് അപ്ലൈഡ് എന്ന കാറ്റഗറി, ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ജോബ് റീസെന്റ് പറയാം. ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ജോബ് ദിസ് വീക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ടൈം ഇല്ലാതെ എന്ത് പറയാം? ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ജോബ്, ഞാൻ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്, അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ എഴുതാം. ആ ഹാവ് അങ്ങ് മാറ്റുക. ഐ അപ്ലൈഡ് ഫോർ എ ജോബ് ലാസ്റ്റ് വീക്ക്, ഞാൻ ലാസ്റ്റ് വീക്കിൽ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാറ്റഗറി വരും. അപ്പൊ അവിടെ എന്ത് മാറ്റാം? നമ്പർ 2 ഐ അപ്ലൈഡ് എന്ന കാറ്റഗറി സെന്റൻസ് എഡിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്പർ 2 നിങ്ങളുടെ ആ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഐ അപ്ലൈഡ് ആക്കി നിങ്ങൾക്ക് പല രീതി കറക്റ്റ് ചെയ്യാം സെന്റൻസ്. അപ്പൊ എങ്ങനെ സെന്റൻസ് എഡിറ്റ് ചെയ്യുന്നതിലാണ് ഐ അപ്ലൈഡ് ഫോർ എ ജോബ് ലാസ്റ്റ് വീക്ക് എന്ന് പറയാം, പ്രശ്നങ്ങളില്ല. ഐ ഹാവ് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ലാസ്റ്റ് വീക്ക് പറ്റില്ല. അവിടെ എന്തൊക്കെ വേണം? ദിസ് വീക്ക്, ടുഡേയോ കാറ്റഗറി ഉപയോഗിക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്പർ 3 നിങ്ങൾ ഓക്കെ, ഐ ഹാവ് ബീൻ സോ ബിസി യെസ്റ്റർഡേ. ആ സെന്റൻസ് കണ്ടിട്ട് ഒരുപാട് മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ബീൻ സോ ബിസി യെസ്റ്റർഡേ വേണോ? ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഐ ഹാവ് ബീൻ സോ ബിസി, ഞാൻ ബിസിയാണ്. അവിടെ ഇന്നലെ മുതൽ ഞാൻ ബിസിയാണ് എന്ന് എനിക്ക് പറയണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യും? മുതൽ എന്ന കാറ്റഗറി വേണം. ഇന്നലെ മുതൽ ബിസിയാണ്, ഐ ഹാവ് ബീൻ സോ ബിസി. അവിടെ ഒരു വേർഡ് ആഡ് ചെയ്താൽ ആ സെന്റൻസ് കറക്റ്റ് ആകും. വേർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? കമന്റ് ചെയ്യണം. മുതൽ എന്ന കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അന്ന് മുതൽ എന്ന കാറ്റഗറി ആണെങ്കിൽ, അതായത് ഞാൻ ഇന്നലെ മുതൽ ബിസിയാണ് എന്ന കാറ്റഗറി ആണെങ്കിൽ ഇവിടെ ഒരു വേർഡ് ആഡ് ചെയ്താൽ മതി, ഈ സെന്റൻസ് കറക്റ്റ് ആകും. എങ്ങനെ? ഇതിന്റെ അകത്തുനിന്ന് കമന്റ്. ഓക്കെ, കുറച്ചൊരു ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇവിടെ നിങ്ങൾ ഐ ഹാവ് ബീൻ സോ ബിസി എന്ന കാറ്റഗറി ആണെങ്കിൽ അവിടെ യെസ്റ്റർഡേക്ക് മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അന്ന് മുതൽ എന്ന കാറ്റഗറി ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിൻസ് എന്ന കാറ്റഗറി ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അവിടാണ്. ഐ ഹാവ് ബീൻ സോ ബിസി സിൻസ് യെസ്റ്റർഡേ, അതായത് ഇന്നലെ മുതൽ ഞാൻ ബിസിയാണ്, ഇപ്പോഴും ബിസിയാണ്. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത എവിടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ ഇതിനകത്ത് പറഞ്ഞിരുന്നത് യെസ്റ്റർഡേ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ബട്ട് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അത് പോയിന്റ് ഓഫ് ടൈം ആണ് ഉപയോഗിക്കാൻ പറ്റാത്തത്. ഇന്നലെ മുതൽ, ഇപ്പൊ സിൻസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ ഞാൻ ബിസിയാണ്, ഇപ്പോഴും ബിസിയാണെന്നാ. അതിനാണ് ഞാൻ ആ സെന്റൻസ് അവിടെ ആഡ് ചെയ്തത്. അത് കോംപ്ലിക്കേറ്റഡ് ആകുന്നു. സോ ഐ ഹാവ് ബീൻ ബിസി. അല്ല, ഞാൻ പറയാണ് ഞാൻ ഇന്നലെ ബിസി ആയിരുന്നു, ഐ വാസ് സോ ബിസി യെസ്റ്റർഡേ. വേണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം. 2-3 രീതിയിൽ ഈ സെന്റൻസ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ സെന്റൻസ് വരാം? നമ്പർ 3 ഐ വാസ് സോ ബിസി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ബിസി ആയിരുന്നു, ആ സെന്റൻസിനെ ആ രീതിയിൽ എഡിറ്റ് ചെയ്യാം. അപ്പൊ ഒരു സെന്റൻസിനെ നമുക്ക് പല രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ ഏത് മലയാളമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലോട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ ഇന്നലെ ബിസി ആയിരുന്നു എന്നാണെങ്കിൽ നമ്പർ 3 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഐ വാസ് സോ ബിസി യെസ്റ്റർഡേ എന്ന് പറയാം. ഞാൻ ഇന്നലെ ബിസി ആയിരുന്നു, അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബട്ട് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ മുതൽ ബിസിയാണ്, ഇപ്പോഴും ബിസിയാണ് എന്നാണെങ്കിൽ ഇന്നലെ മുതൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അത് ഐ ഹാവ് ബീൻ സോ ബിസി, അവിടെ ഒരു സിൻസൂഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഐ ഹാവ് ബീൻ ബിസി, ഐ ഹാവ് ബീൻ സോ ബിസി സിൻസ് യെസ്റ്റർഡേ. 2 രീതിയിൽ അത് കറക്റ്റ് ചെയ്യാം. അപ്പം ഒന്ന് സിമ്പിൾ പാസ്റ്റിലും ഞാൻ പറഞ്ഞു, ഒന്ന് പ്രസന്റ് പെർഫെക്റ്റിലും പറഞ്ഞു. ഇത് 2-ലും ഇത് പറയാൻ പറ്റും. നമ്പർ 3 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്പർ 4 നെക്സ്റ്റ് മൂവിങ് ഉണ്ട്. നിങ്ങൾ നോക്കാം. അവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഹാവ് യു വന്നു, അവിടെ നോട്ടീസ് ആണോ നോട്ടീസ്ഡ് ആണോ? നോക്കാം. കുറച്ചുപേര് കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ചുകൂടെ സെന്റൻസ് എഡിറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഹാവ് യു നോട്ടീസ് എനി അതർ പ്രോബ്ലംസ് ആണ്. ഇതൊരു കുട്ടി എഴുതിയിരുന്ന സെന്റൻസ് ആണ്, ഞാൻ അതുപോലെ എടുക്കുന്നു. ഹാവ് യു നോട്ടീസ് ആണോ, ഹാവ് യു നോട്ടീസ്ഡ് ആണോ? നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഹാവ് യു നോട്ടീസ് ആണോ, ഹാവ് യു നോട്ടീസ്ഡ് ആണോ? ഇതൊരു സീരിയസ് മിസ്റ്റേക്ക് ആണോ? അപ്പൊ ദേവി നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ എനി അതർ പ്രോബ്ലംസ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹാവ് കഴിയുമ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം നോട്ടീസ് എന്ന കാറ്റഗറിയാണ്. അപ്പൊ അവിടെ നോക്കണം, ഹാവ് വന്നിരിക്കുന്നു, ഹാവ് വെച്ചാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതോ ഞാൻ V1. ഡിഡ് ആണെങ്കിലോ, ഡിഡ് യു വരുവാണെങ്കിൽ, ഞാൻ ഇതിന് മുമ്പുള്ള സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഡിഡ് യു നോട്ടീസ് ആണോ നോട്ടീസസ് ആണോ? അപ്പൊ ദേവി ഇത് ഓർക്കണം, ഡിഡ് യു എന്ന കാറ്റഗറി വരുന്നു. അപ്പൊ എന്ത് വരും? ഡിഡ് യു നോട്ടീസ് ആണോ നോട്ടീസസ് ആണോ? എങ്ങനെ പറയും? അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം,
ഐ അപ്ലൈഡ് എന്ന കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കുട്ടികൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറേയേറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ നോട്ടീസ്ഡ് ആണ്. ഓക്കെ, ഹാവ് യു നോട്ടീസ്ഡ് എന്ന കാര്യം, ഹാവ് യു നോട്ടീസ് എനി അതർ പ്രോബ്ലംസ്. വെരി ഗുഡ്. മഞ്ജു മനക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, ടിനി പൊന്നു ശ്രദ്ധിക്കണം, ഹാവ് യു നോട്ടീസ്ഡ് വരുന്നുണ്ട്. അപ്പൊ നമ്പർ 3 എന്ന കാറ്റഗറി, ഓക്കെ, നമ്പർ 4 എന്ന കാറ്റഗറി വരുന്നത് നോട്ടീസ്ഡ് ആണ്. ഹാവ് യു നോട്ടീസ്ഡ് ആണ് കൂടുതൽ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡിഡ് യു വരുവാണെങ്കിൽ നോട്ടീസ് വരും. പ്രസീദ് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ഡിഡ് യു നോട്ടീസ് ആണ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സെക്ഷൻ മനസ്സിലാകുമ്പം ഹാവ് യു നോട്ടീസ്ഡ് ആണ്, തെറ്റരുത്. ഡിഡ് യു നോട്ടീസ് ആണ്, ഹാവ് യു നോട്ടീസ്ഡ് ആണ്. ഹാവ് യു അറേഞ്ച്ഡ് ആണ്, ഹാവ് യു സ്റ്റഡീഡ് ആണ്. ബട്ട് ഡിഡ് യു സ്റ്റഡിയ? നോട്ടീസസ്, ഡിഡ് യു നോട്ടീസസ് തെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹാവ് യു നോട്ടീസ് എനി അതർ പ്രോബ്ലംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദയവ് ശ്രദ്ധിക്കാൻ, ഡിഡ് യു നോട്ടീസ് എന്ന കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കണം, ഹാവ് യു നോട്ടീസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഡിഡ് വരുമ്പോൾ നോട്ടീസ് എന്ന കാറ്റഗറിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം സാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. സാം പറഞ്ഞിരിക്കുന്നത് ഡിഡ് യു നോട്ടീസ്ഡ് എന്ന കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കേണ്ടത്, സാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഡ് യു നോട്ടീസേ വരത്തുള്ളൂ, ഡിഡിന് ശേഷം വേർബിന്റെ ബേസ് ഫോമേ വരത്തുള്ളൂ. അപ്പൊ സാം എഴുതിയിരിക്കുന്നതിന്റെ അകത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല്, ഹാവ് ആയിരുന്നെങ്കിൽ ഡിഡ് മാറ്റി സാം അവിടെ ഹാവ് ആക്കുമായിരുന്നെങ്കിൽ തെറ്റില്ലായിരുന്നു. ഹാവ് യു നോട്ടീസ്ഡ് എന്ന് വന്നേനെ. അവിടെ രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. അതായത് ഹാവ് യു നോട്ടീസ്ഡ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സാമിനി സെക്ഷൻ. അപ്പൊ നിങ്ങള് ഡിഡ് യു നോട്ടീസ്, ഹാവ് യു നോട്ടീസ്ഡ്. വെരി ഗുഡ്, ക്ലിയർ ആയി. പലരും അത് കൃത്യമായിട്ട് എഴുതി രണ്ടായിട്ട് എഴുതുന്നു. തെരേസ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കറക്റ്റ് ആണ്. ഡിഡ് യു നോട്ടീസ്, ഹാവ് യു നോട്ടീസ്ഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കണം, ഹാവ് യു നോട്ടീസ്ഡ് എന്ന കാറ്റഗറിയാണ് വരുന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഹാവ് യു നോട്ടീസ്ഡ് എനി അതർ പ്രോബ്ലംസ് ആണ്, തെറ്റരുത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. ഹാവ് യു സ്റ്റഡീഡ്. വെരി ഗുഡ്. ഹാവ് യു സ്റ്റഡീഡ്, ഡിഡ് യു സ്റ്റഡി ആണ്, മറക്കരുത്. ഹാവ് യു പ്ലേഡ് ആണ്, ഡിഡ് യു പ്ലേ ആണ്, മറക്കരുത്. ഹാവ് യു വർക്ക്ഡ് ആണ്, ഡിഡ് യു വർക്ക് ആണ്, മറക്കരുത്. ഹാവ് യു സോ ആണോ, സീ ആണോ? ഹാവ് യു സീൻ ആണ്. നിങ്ങൾ ഓർക്കണം, ഹാവ് യു സീൻ ആണ്, ബട്ട് ഡിഡ് യു സീ ആണ്, ഓർക്കണം. ഡിഡ് പ്ലസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആകത്തില്ല. ബട്ട് നമ്മളിങ്ങനെ ഡിഡ് യു കഴിഞ്ഞിട്ട് ഇങ്ങനെ V1 വരുന്നു, അല്ലെങ്കിൽ ബേസ് ഫോം വരുന്നു, ഹാവിന് ശേഷം ED അങ്ങ് ഇടുക. അപ്പൊ അങ്ങനെ നമുക്ക് പല ടിപ്പായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അങ്ങനെയാണ്, തെറ്റില്ല. ഹാവ് പ്ലസ് V3. ഓക്കെ, വേർബിന്റെ തേർഡ് ഫോം. കാരണം എന്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന കുട്ടികളാണെന്ന് മനസ്സിലാകുന്നു. കാരണം അവർ V1, V2, V3 ഒക്കെ മെൻഷൻ ചെയ്യുന്നു. പ്രസ് ചെയ്ത് ഡിഡ് പ്ലസ് V1. വെരി ഗുഡ്, ക്ലിയർ ആണ്. ഓക്കെ, ഹാവ് യു സീൻ. വെരി ഗുഡ്. റുക്കു പറഞ്ഞിരിക്കുന്നു ഹാവ് യു സീൻ ആണ്. നിസി ഹാവ് യു സീൻ ആണ്. ഓക്കെ, ഡിഡ് യു സ്റ്റഡി ആണ്, ഹാവ് യു സീൻ ആണ്. ഹാവ് യു വർക്ക്ഡ് ആണ്. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കണം. സാമിന് ഇന്ന് തെറ്റി, ഇനി സാമിന് തെറ്റില്ല. ഈ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ സാമിന്റെ കൂടെ ആയിരിക്കുന്ന, അപ്പൊ അവര് ആരൊക്കെയാണ് കാണുന്നത്, അവർക്ക് ക്ലിയർ ആക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ധന്യ റോബിൻ, ഡിഡ് പ്ലസ് V1. വെരി ഗുഡ്. നമ്മൾ ക്ലിയർ ആക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ അത് ഓർത്ത് വെക്കുന്നു. ഓരോ ലൈവ് കഴിയുമ്പോഴും നിങ്ങൾക്ക് മാറി മാറി വരണം സെന്റൻസ്. കാരണം ടെൻസ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സെന്റൻസ് പഠിച്ചുകൊണ്ട് നമുക്ക് ക്ലിയർ ആകില്ല. അത് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 5 ആണ്. നമ്മൾ സെക്ഷൻ ആരംഭിക്കുന്നു. നമ്പർ 5 എന്ന് പറയുമ്പം 5 എങ്ങനെ സെന്റൻസ് എഡിറ്റ് ചെയ്യാം, എല്ലാവരും ടൈപ്പ് ചെയ്യണം പ്ലീസ്. 5 എങ്ങനെ സെന്റൻസ് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഹാവ് യു സീൻ വരുന്നു. ഓക്കെ, V3 സാറാ മാത്യു. ഓക്കെ, വെൻ ഹാവ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ്, ആ സെന്റൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യും? ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യാം. വെൻ ഹാവ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ് എന്നാണ് ഒരു സെന്റൻസ് ഒരാൾ ചോദിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് പെയിൻ ഉണ്ടായത്, ആദ്യമായിട്ട് പെയിൻ എപ്പോഴാണ് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. ബട്ട് സെന്റൻസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യും? ഓക്കെ, എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ക്ലിയർ സാർ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ, വെൻ ഹാവ് ദ പെയിൻ, വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ്. ഓക്കെ, ജോയ്സ് എബ്രഹാം പറഞ്ഞിരിക്കുന്നത് വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോയ്സ് പറഞ്ഞിരിക്കുന്നത് വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ. ഓക്കെ, വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ എന്നാക്കിയിട്ടുണ്ട്. ഡിഡ് കൊണ്ടുവന്നുകൊണ്ട് ആ പെയിനിന്റെ അകത്തുനിന്ന് ജോയ്സ് വളരെ കൃത്യമായിട്ട് ഹാപ്പൻ എന്നാക്കിയിട്ടുണ്ട് സെന്റൻസ്. ഓക്കെ, റെയിനി, വെൻ ഡിഡ് യു ഹാവ് ദ ഫസ്റ്റ് ടൈം, വെൻ ഡിഡ് യു ഹാവ്. ഓക്കെ, റെയിനി സെന്റൻസ് പറഞ്ഞത് വെൻ ഡിഡ് യു ഹാവ് ദ പെയിൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, വെൻ ഡിഡ് യു ഹാവ് ദ പെയിൻ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് റെയിനി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഓക്കെ, മഞ്ജു. ഓക്കെ, മഞ്ജു പറഞ്ഞിരിക്കുന്നത് വെൻ ഡിഡ് യു ഹാവ് ദ പെയിൻ, വെൻ ഡിഡ് യു ഹാവ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ്. ഓക്കെ, മഞ്ജു തെറ്റാണ് സെന്റൻസ്.
മഞ്ജു കറക്റ്റ് ഡിഡ് വന്നിട്ടുണ്ട്. മഞ്ജു അതായത് ഡിഡ് വന്നിട്ടുണ്ട് മഞ്ജു. അപ്പൊ ഒരിക്കലും അങ്ങനെ വരില്ല. സെന്റൻസ് കറക്റ്റ് ആക്കണം. ഫസ്റ്റ് ആണ്. ഡിഡ് വന്നു കഴിഞ്ഞാൽ ബേസ് ഫോം ആണ് വരുന്നത്. ഡിഡിന്റെ കാരണം എന്റെ വീഡിയോ കാണുമ്പോഴത്തേന് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ അമ്പിളി പ്രദീപ് പറഞ്ഞത്. ഓക്കെ പലരുടെ സെന്റൻസ് എടുക്കാം കേട്ടോ. വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ. ഓക്കെ അമ്പിളി പ്രദീപ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ പലരുടെ സെന്റൻസ് നോക്കാം. വെൻ ഡിഡ് റിൻസി പറഞ്ഞിട്ടുള്ളത് വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഡിഡ് കഴിഞ്ഞിട്ട് ഹാപ്പൻ വന്നിരിക്കുന്നു. ഇതിനകത്ത് മെയിൻ സീരിയസ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിക്ക കുട്ടികൾ ഈ ഡിഡിന് ശേഷം ഹാപ്പൻഡ് എഴുതും. അതാണ് സീരിയസ് മിസ്റ്റേക്ക്. ഓക്കെ വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ. ഓക്കെ വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ്. പ്രിയ സാം വെൻ ഹാഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ്. ഓക്കെ അത് സെന്റൻസ് വരുന്നു. വെൻ ഹാഡ് ദ പെയിൻ ആക്കി. വെൻ വാസ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ. വെൻ വാസ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ്. ഓ ഗോഡ് സെന്റൻസ് തെറ്റാണ്. ടിൻഡു സെന്റൻസ് ശ്രദ്ധിക്കണം. കുറച്ചുകൂടി സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഹാവ് യു എക്സ്പീരിയൻസ്ഡ്. മാനസ വെൻ വാസ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് ബിനു വെൻ വാസ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ്. ഓക്കെ വെൻ വാസ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ് എന്നായിരുന്നു അത് ആദ്യം എന്ന കാറ്റഗറിയിൽ. ഓക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പം വെൻ ഡിഡ് യു സ്റ്റാർട്ട് ദ പെയിൻ. When did you start the first happen? Oh God, sentence. ഓക്കെ അപ്പൊ ഇന്നത്തെ അനീസ് സേവിയർ, ദീപ്തി വിനായക്, വെൻ ഡിഡ് ദ പെയിൻ. ഓക്കെ ഇവിടെ നമുക്ക് എങ്ങനെ സെന്റൻസ് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വെൻ ഹാവ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ എന്ന് പറയാൻ പറ്റത്തില്ല. വെൻ ഹാവ് ദ പെയിൻ അവിടെ ഹാപ്പൻഡ് വന്നുകൊണ്ടാണ് പല കുട്ടികൾക്കും അത് മിസ്റ്റേക്ക് ആക്കുന്നത്. നിങ്ങൾ പല കുട്ടികൾ അത് ഞാൻ കാണുന്നു സെന്റൻസ് എഴുതുന്നു. ഹാവ് യു എക്സ്പീരിയൻസ് എനി പെയിൻ റീസൺസ്ലി എന്ന് ദിയ വർഗീസ് പറയുന്നു. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് എനി പെയിൻ റീസൺലി. റീസൺ ആയിട്ട് എന്തെങ്കിലും പെയിൻ ഉണ്ടോ? ഓക്കെ അങ്ങനെ ചോദിക്കാം. വെൻ ഡിഡ് യു ഹാവ് പെയിൻ എന്ന് പ്രസീദ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വെൻ ഡിഡ് ദ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞ സിവിയർ പെയിൻ എന്ന് പറയാം. ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. സോ വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ് അല്ല, വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ എന്ന് ക്വസ്റ്റ്യൻ പറയാം. കറക്റ്റ് ആണ്, തെറ്റില്ല. വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻഡ് എന്ന് എഴുതുമ്പോഴാണ് തെറ്റ് വരുന്നേ. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹാപ്പൻഡ് എന്നൊരു വേർഡ് ഉപയോഗിക്കുമ്പോൾ അത് സീരിയസ് മിസ്റ്റേക്ക് ആകും. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, സ്പീക്കിങ്ങിനായിരിക്കും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ റൈറ്റിംഗ് മാത്രമല്ല, കുറച്ച് കുട്ടികൾ നമ്മോട് റിക്വസ്റ്റ് ചെയ്യുന്ന സ്പീക്കിങ്ങിന്റെ കുറെ സെന്റൻസുകൾ ഉൾപ്പെടുത്തൂ, അല്ലെങ്കിൽ റീഡിങ്ങിന്റെ, ലിസണിങ്ങിന്റെ, റൈറ്റിംഗിന്റെ എല്ലാ സെഷനും ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടല്ലോ കുറച്ച് കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവര് ചിലപ്പം നിങ്ങളിത് ചോദിക്കുമ്പം നിങ്ങളുടെ ഇന്റർലോക്കേറ്റർ ഓയിറ്റിയുടെ ചിലപ്പം ഓ ഗോഡ് എന്ന രീതിയിലാകും. നമുക്കതല്ല, നമുക്ക് സെന്റൻസ് കൃത്യമായിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കണം. അപ്പൊ വെൻ ഡിഡ് ദ പെയിൻ ഫസ്റ്റ് ഹാപ്പൻ ആണ്, ഹാപ്പൻഡ് വരില്ല, റോങ് ആണ്. കൃത്യമായിട്ട് പോകണം. ഓക്കെ നെക്സ്റ്റ് നമ്പർ 6. നമുക്ക് ഓരോന്ന് ക്ലിയർ ചെയ്ത് പോവാം. നമ്പർ 6, ഹൗ ലോങ് ഡിഡ് യു ഹാവ് ഇറ്റ്. അല്ലെ നിനക്ക് പെയിൻ ആണ്, നിനക്ക് എത്ര നാളായിട്ട് ഈ പെയിൻ ഉണ്ട്. ഞാൻ ആദ്യം പെയിൻ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇറ്റ് എന്ന വേർഡ് ഉപയോഗിച്ചത്. അത് പെയിൻ ആണ് കേട്ടോ. ഹൗ ലോങ് ഡിഡ് യു ഹാവ് ഇറ്റ് ആണോ, ഹൗ ലോങ് അത് എങ്ങനെ പറയാം, എന്നൊക്കെ എത്ര നാളായിട്ട് പെയിൻ ഉണ്ട് എന്ന കാറ്റഗറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 6 എന്ന് പറയുന്ന സെന്റൻസ്, നമ്പർ 6 എന്ന സെന്റൻസ് എങ്ങനെ കറക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് നമ്പർ 6 നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, നിങ്ങൾ കൃത്യമാക്കൂ. നോക്ക്, എങ്ങനെ ട്രൈ ചെയ്യ്. ഹൗ ലോങ് ഡിഡ് യു ഹാവ് ഇറ്റ് ആണോ, എങ്ങനെ ക്ലിയർ ആവും. ഹൗ ലോങ് ഡിഡ് യു ഹാവ് ഇറ്റ് ആണോ, ഡിഡ് വന്നിട്ടുണ്ട്, അതോ ഹൗ ലോങ് വേറെ രീതിയിൽ എന്തെങ്കിലും പറയുമോ? കാരണം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സെന്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഹൗ ലോങ് തില പറഞ്ഞിരിക്കുന്നത് ഹൗ ലോങ് ഹാവ് യു ബീൻ എന്ന കാറ്റഗറി. ഹൗ ലോങ് ഹാവ് യു ബീൻ, ഹൗ ലോങ് ഹാവ് യു ബീൻ ഇറ്റ്. അപ്പൊ അത് അവസ്ഥ എന്ന കാറ്റഗറി പോവും. പ്രസീദ് ഹൗ ലോങ് ഹാവ് യു ബീൻ. വെൻ ഡിഡ് യു അല്ല, ഹൗ ലോങ് ഹാവ് യു ഹാഡ്. ഓക്കെ രാജി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. രാജി സെന്റൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൗ ലോങ്, അതായത് ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രാജി ഹരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ലോങ് ഹാവ് യു ഹാഡ്. ഓക്കെ ഹൗ ലോങ് ഹാവ് യു ഹാഡ് പറഞ്ഞിരിക്കുന്നു. ഹൗ ലോങ് ഹാവ് യു ബീൻ എക്സ്പീരിയൻസ് ഇറ്റ് മഞ്ജു പറയുന്നുണ്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ എക്സ്പീരിയൻസിങ് ഇറ്റ് എന്ന് പറയുന്നു. റുക്കു ഹൗ ലോങ് ഹാവ് യു ഹാഡ് പറയുന്നു. ഓക്കെ അപ്പൊ കുറച്ച് കുട്ടികൾ കുറച്ച് നാളായിട്ട് ഹൗ ലോങ് ഹാവ് യു ബീൻ എക്സ്പീരിയൻസിങ് ഇറ്റ് എന്ന് സെന്റൻസ് മേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ OET എഴുതുന്നവരായിരിക്കും, OET പഠിക്കുന്നവരായിരിക്കും, നിങ്ങൾ അങ്ങനെ എഴുതുന്നുണ്ട്. ഹൗ ലോങ് ഹാവ് യു. എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് ഹൗ ലോങ് ഡു യു ഹാവ് ഇറ്റ്. പറയാൻ പറ്റില്ല, തെറ്റാണ് എലിസബത്ത്, സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിയ വർഗീസ് പറഞ്ഞിരിക്കുന്നു. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ് എന്നാണ് ജിൻസി ജോബിൻ. അപ്പൊ ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ്. അപ്പൊ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര നാളായിട്ട് പെയിൻ ഉണ്ടെന്ന് കാറ്റഗറി നിങ്ങൾ കുറെ നമ്മൾ സെന്റൻസ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് പല രീതിയിൽ നിങ്ങൾ സെന്റൻസ് ഓർഗനൈസ് ചെയ്തു, നിങ്ങളത് സെന്റൻസ് ക്ലിയർ ആക്കണം. ഇവിടെ ഹൗ ലോങ് ഡിഡ് യു ഹാവ് ഇറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു കുട്ടി ചോദിച്ച സെന്റൻസ് ആണ്, നിനക്ക് എത്ര നാളെ പെയിൻ ഉണ്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെന്റൻസ് സീരിയസ് മിസ്റ്റേക്ക് ആണ്, സെന്റൻസ് തെറ്റാണ്.
OETക്ക് സീരിയസ് മിസ്റ്റേക്ക് ഇതാണ്. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ് ആണ് റൈറ്റ് ആൻസർ. ഹൗ ലോങ് ഹാവ് യു ബീൻ സഫറിങ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഹൗ ലോങ്, നിനക്ക് എത്ര നാളായിട്ട് ഈ പെയിൻ ഉണ്ടെന്നാ ചോദ്യം. അവിടെ നമുക്ക് ആ പെയിൻ എത്ര നാളായിട്ട് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി, അതാണ് കറക്റ്റ്. ഹൗ ലോങ് ഹാവ് യു ബീൻ സഫറിങ് എന്ന രീതി പോകേണ്ട കാര്യമില്ല. ഏറ്റവും ആപ്റ്റായിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ മതി. ഹൗ ലോങ്, നിനക്ക് എത്ര നാളായിട്ടുണ്ട് എന്ന രീതിയാണെങ്കിൽ. ഓക്കെ, കുറച്ച് കുട്ടികൾ പറയുന്നുണ്ട് റിൻസിഷറി ഹൗ ലോങ് ഹാവ് യു ഹാഡ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം കമന്റ് ചെയ്യണം, കാരണം നിങ്ങൾ പല രീതിയിൽ സെന്റൻസ്, അപ്പൊ ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ സെന്റൻസിലുള്ള മിസ്റ്റേക്കുകൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. ഹൗ ലോങ് എക്സ്പീരിയൻസിങ് എന്ന് പറയുന്നുണ്ട്, ഹൗ ലോങ് ഹാസ് ബി സഫറിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബട്ട് ഏറ്റവും അക്കാഡമിക് എന്ന് പറയുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് സെന്റൻസ് ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. തെരേസ ബിനോജ്, ഓക്കെ, ഹൗ ലോങ്, ഓക്കെ, ഷെൽമ, ഓക്കെ, മെറിൻ, ഹൗ ലോങ് ഹാവ് യു ഹാഡ് ഇറ്റ്, ഓക്കെ, കറക്റ്റ് ആണ് സെന്റൻസ്. ഓക്കെ, നെക്സ്റ്റ് മൂവിംഗ് ഉണ്ട്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. അതുകൊണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെന്റൻസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കണം. മഞ്ജു അജയൻ എല്ലാം ഞാൻ കാണുന്നുണ്ട് കമന്റ്സ്. ഓക്കെ, നിങ്ങൾ പല രീതിയിലുള്ള സെന്റൻസ് നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് മൂവിംഗ് ഉണ്ട്. നമ്പർ 6 ആണ്. നമ്പർ 7, നിങ്ങൾ നമ്പർ 7 ക്വസ്റ്റ്യൻ വായിക്കാം. അതിനകത്തുള്ള എന്താ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കണം. ഇത് ഒരുപാട് കുട്ടികൾ സീരിയസ് ആയിട്ട് മിസ്റ്റേക്ക് കണ്ടുന്നതാണ്. A82-year-old returners, ഇതിനകത്ത് മിസ്റ്റേക്ക് എന്താണ് നോക്കാം. നമ്പർ 7 നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഹൗ, അല്ലെങ്കിൽ നമ്പർ 7 ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം വന്നിട്ടുണ്ട്, ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല കുട്ടികളും ആർട്ടിക്കിൾ എന്ത് വന്നാലും നമ്പർ ഏത് വന്നാലും ആർട്ടിക്കിൾ അങ്ങ് ഉപയോഗിക്കുകയാണ്. അതിന്റെ അകത്ത് ചിന്തിക്കണം, ആലോചിക്കണം. ഓക്കെ, അശ്വതി പ്രസന്റ് പറഞ്ഞിരിക്കുന്നു ആൻ 82-year-old എന്നാ വന്നിരിക്കുന്നത്. റെയിനി എഴുതിയിരിക്കുന്ന സെന്റൻസ് ഞാൻ വായിക്കാം. റെയിനി, പല കുട്ടികളും മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ഞാൻ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം അത് ഇവിടെ ഇവൻ കമന്റിൽ പോലും നമ്മൾ അത് ക്ലിയർ ആയിട്ട് പോവാണ്. നിങ്ങൾ തെറ്റായിട്ട് നിങ്ങൾ ആ മനസ്സിലിരിക്കുന്നത് പറഞ്ഞ് എഴുതി കമന്റ് ചെയ്യുമ്പം ആൻ 88-year-old retired nurse എന്നാ റെയിനി പറഞ്ഞിരിക്കുന്നത്. റെയിനി ഇതൊന്നുകൂടെ എഡിറ്റ് ചെയ്യണം. ഈ സെന്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ട് റെയിനി, ഒരു ചെറിയ മിസ്റ്റേക്ക്. റെയിനി അതൊന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ഒരു കമന്റ് കൂടെ ചെയ്തേ റെയിനി, അത് ക്ലിയർ ആക്കണം. കുറെ കുട്ടികൾ ഇത് ആരൊക്കെ അത് കറക്റ്റ് ചെയ്ത് നോക്കാം. ആൻ 82 years old എന്ന് പറഞ്ഞിരിക്കുന്നു. മെബി ജോയ് പറഞ്ഞിരിക്കുന്നത് A82 years old എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. മെബി തെറ്റാണ് മെബി പറഞ്ഞിരിക്കുന്നത്. മെബി ഇച്ചിരൂടെ ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾസിന്റെ യൂസേജ് കൃത്യമായിട്ട് നിങ്ങൾ പോകണം. കുറെ കുട്ടികൾ പറയുന്നു. ദീപ്തി വിനായക് പറഞ്ഞിരിക്കുന്നത് ആൻ 82-year-old retired nurse ആണ്. ഈ സെന്റൻസ് എഴുതിയിരിക്കുന്നത് തെറ്റാണ് ദീപ്തി വിനായക്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിനകത്ത് മിസ്റ്റേക്ക് എന്തെന്ന് കണ്ടുപിടിക്കണം. ഇതിന്റെ അകത്ത് ഒരു സീരിയസ് മിസ്റ്റേക്ക് ആണ് പൊക്കോണ്ടിരിക്കുന്നത് ദീപ്തി. ഓക്കെ, ആൻ എന്ന് പറയും. കുറച്ച് പേര് ആൻ മാത്രമല്ല, നിങ്ങൾ സെന്റൻസ് മൊത്തമായിട്ട് മേക്ക് ചെയ്യണം. ഇതിനകത്ത് ആൻ മാത്രമല്ല മിസ്റ്റേക്ക്. ഇതിനകത്ത് എന്താണ് മിസ്റ്റേക്ക് ക്ലിയർ ആയിട്ട് പറയണം. എത്ര പേര് മിന്റു സജു അത് 82 ആൻ അങ്ങ് മാറ്റി 82-year-old ഹൈഫനേറ്റഡ് ആക്കി. മിന്റുവിന്റെ മിസ്റ്റേക്ക് ഉണ്ട്. മിന്റു, ഈ സെന്റൻസ് വീണ്ടും മിന്റു കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ പലരും ആൻ 82 years, ജയൻ ചാക്കോ പറഞ്ഞിരിക്കുന്നത് ആൻ 82 years ആണ്. സെന്റൻസ് തെറ്റാണ്. ഓക്കെ, തെരേസ, ഓക്കെ, ഹണി പറഞ്ഞിട്ടിരിക്കുന്നത് 82-year-old ആണ്. ഹണി 82 അല്ല, അതിന്റെ ഫ്രണ്ടിൽ എന്ത് വേണം, ആർട്ടിക്കിൾ വേണം. പലരും സെന്റൻസ് കൃത്യമായിട്ട് പറഞ്ഞതിന്റെ അകത്ത് അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുപേര് ഈ ആർട്ടിക്കിൾ എടുത്ത് മാറ്റുവാണ്. നിങ്ങൾ അത് സീരിയസ് മിസ്റ്റേക്ക് ആവും. ആ ആർട്ടിക്കിൾ പോകേണ്ടടുത്ത് പോയില്ലെങ്കിൽ അത് സീരിയസ് മിസ്റ്റേക്ക് ആവും ഈ സെന്റൻസ് എഡിറ്റ് ചെയ്യുമ്പം. ഓക്കെ, ഏജ്ഡ് 82 years റിട്ടയർഡ് എന്ന രീതിയിലാണ് ഹന്ന. ഓക്കെ, ഹന്ന പറഞ്ഞിരിക്കുന്നു ഏജ്ഡ് 82 years റിട്ടയർഡ് നേഴ്സ്. ഇത് ഇങ്ങനെ പറയണ്ടല്ലോ ഹന്ന. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ഒരു 2 സീരിയസ് മിസ്റ്റേക്കാണ് ഉള്ളത്, അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ആൻ എന്ന കാറ്റഗറി പറഞ്ഞു. ജിനു ജെയിംസ് പറഞ്ഞിരിക്കുന്ന കമന്റ് ഇങ്ങനെ ആൻ 82 year ആണ് പറഞ്ഞിരിക്കുന്നത്, റിട്ടയർ നേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. റിട്ടയർ അവിടെ തെറ്റുണ്ട്. ജിനു ടൈപ്പ് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കാം. ഇതിന്റെ അകത്ത് സീരിയസ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അത് കുറെ പേര് കമന്റ് ചെയ്യുന്നു. സ്റ്റെഫി രാജ് ക്ലിയർ ആക്കാം. ഓക്കെ, കുറച്ച് പേര് ടിൻഡു ആൻസക്കരെ, കുറച്ച് പേര് കറക്റ്റ് ആയിട്ട് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഒരിക്കലും ഇവിടെ വരില്ല. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ഓരോ മിസ്റ്റേക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കമന്റ് ചെയ്തിട്ടുള്ള പല മിസ്റ്റേക്കുകളും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇത് ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ നാളെ ഈ ലൈവിൽ ഇല്ലാത്ത കുറെ കുട്ടികളുണ്ട്. അവർക്ക് വീഡിയോ കാണുമ്പം എന്തിന് സമയം പോകുന്ന നോക്കുമ്പോൾ ഈ കമന്റുകൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. മേ ബി നിങ്ങൾ അന്നേരം കാണുമ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം ഇത്, നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെൻ ഹാവ് യു, അല്ലെങ്കിൽ വെൻ ഹാവ് യു അല്ല, നമ്പർ 7 ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ 82 ആണ്. അതിന്റെ ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ആൻ 82-year-old ആണ്. 82 എന്ന് ഉച്ചരിക്കണം. ആ ഉച്ചാരണം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മിസ്റ്റേക്ക് വരില്ല. ഞാനത് ഗ്യാരണ്ടി തരാം. ഇവിടെ ആനി സേവിയർ ഞാൻ നോക്കുമ്പോൾ ആനി സേവിയർ അതേപോലെ ശ്രദ്ധിച്ചിരിക്കണം.
അനി സേവിയർ പറഞ്ഞിരിക്കുന്നത് അനി പറഞ്ഞിട്ടുണ്ട്. ബട്ട് 82 ഇയറിന്റെ അകത്ത് 82 ഹൈഫനേറ്റഡ് അല്ല, ശ്രദ്ധിക്കണം. അനി ഇവിടെ സീരിയസ് മിസ്റ്റേക്ക് ആണ്. ആൻഡ് ശേഷം 82 ഇയർ, അതിനുശേഷം ആ ഓൾഡിന് മുമ്പായിട്ട് ഒരു ഹൈഫനോട് വേണം. ഇങ്ങനെ ഒരു കുട്ടി എഴുതിയിരുന്ന സെന്റൻസ് ഇത് തെറ്റാണ്, സീരിയസ് മിസ്റ്റേക്ക് ആണ്. കാരണം ഇത് അജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം നമ്മൾ ദൈവീത് ഹൈഫനേറ്റഡ് ആയിരിക്കണം, അത് റൂളാണ്. അപ്പം അവിടെ 82 ഇയർ ഓൾഡ്, ആ 82നും ഇയറിന് ഓൾഡിനും ഇടയ്ക്ക് ഹൈഫൻ നിർബന്ധമാണ്. ഇനിയും അതിന്റെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും സീരിയസ് മിസ്റ്റേക്ക്, ആ സെന്റൻസ് മൊത്തത്തിൽ തെറ്റും. അപ്പൊ നിങ്ങൾ ഓർക്കണം, അവിടെ 82 ഇയർ ഓൾഡ് എന്ന് ഹൈഫനേറ്റഡ് ആക്കിയാൽ മാത്രമേ സെന്റൻസ് കറക്റ്റ് ആകുള്ളൂ. ഒരിക്കലും ജോയ്സ് എബ്രഹാം പറഞ്ഞിരിക്കുന്നു 82 ഇയേഴ്സ് ഓൾഡ്, തെറ്റാണ്, സെന്റൻസ് തെറ്റാണ്. ജോയ്സ് ശ്രദ്ധിച്ചേ. അപ്പൊ ദേവി ശ്രദ്ധിക്കട്ടെ. ലിനു ജോർജ് പറഞ്ഞിരിക്കുന്നു ദ 82 ഇയർ ഓൾഡ് റിട്ടയർഡ് നേഴ്സ്, തെറ്റാണ്. ഇവിടെ ഞാൻ ദ പറഞ്ഞില്ലല്ലോ. മേളിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്താലേ ലിനു ദ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ദിയുടെ ലൈവ് സെക്ഷൻ ഞാൻ ടിജു സാർ ഞാൻ എന്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, കമ്മിങ് സൂൺ ആണ്. അവിടെ ലിനുവിന് അത് ക്ലിയർ ആകും. ലിനു അതുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് മേക്ക് ചെയ്തത്. കാരണം ഇവിടുന്ന് തന്നെ കുട്ടികൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ലെറ്ററിൽ ഉള്ള സീരിയസ് മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടിക്കാണില്ല, അതായിരിക്കും നിങ്ങൾ പിന്നെ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് മുതൽ കറക്റ്റ് ചെയ്യണം, നിങ്ങളുടെ മിസ്റ്റേക്ക് അത് ക്ലിയർ ചെയ്ത് പോകണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻ 82 ഇയർ ഓൾഡ് റിട്ടേണേഴ്സ് ആണ്, സെന്റൻസ് ക്ലിയർ ആയി. ഓക്കെ, നമ്പർ 8. ഓക്കെ നിസിഷ് ഈസ് 82 ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആക്കാം, കറക്റ്റ് ആണ്. ഓക്കെ, ആതിരക ആൻ 82 ഇയർ ഓൾഡ് റിട്ടയർഡ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആതിര കറക്റ്റ് ആണ് ആതിര. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മൂവിങ് കൊണ്ട് നമ്പർ 8 നമുക്ക് പോകാം. നമുക്ക് ഫാസ്റ്റ് ആക്കാം, കുറച്ചുകൂടെ പെട്ടെന്ന് സെന്റൻസ് എഡിറ്റ് ചെയ്യാം, കാരണം ഓരോ എഡിറ്റിംഗിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 8ന്റെ അകത്ത് ആൻ 43 ഇയർ ഓൾഡ് ടീച്ചർ. ഇപ്പൊ ഈ 7th സെക്ഷൻ ക്ലിയർ ആയവര് ഈ 8 തെറ്റിക്കില്ല. 43 ഇയർ ഓൾഡ് ടീച്ചർ. ഓക്കെ, ടിൻഡു ആദ്യം എനിക്ക് തോന്നുന്നു ടിൻഡു ആൻ സക്കറിയ ആണെന്ന് തോന്നുന്നു. ഈ ക്ലാസ് ലൈവ് സെക്ഷനിൽ ആദ്യം പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഞാൻ ആലോചിക്കുമ്പോ എന്റെ മനസ്സ് നോക്കുമ്പം. ബട്ട് ഇപ്പം ടിൻഡുവിന് അത് ക്ലിയർ ആയി. ടിൻഡുവിന് ഇനി അത് തെറ്റില്ല. അപ്പം ഒരു സെക്ഷൻ വഴി ഒരു എക്സാമ്പിൾ തെറ്റിയാൽ അടുത്ത എക്സാമ്പിളിൽ അതേപോലെ ഇടുന്നത് അതിനു വേണ്ടിയാണ്, അത് ക്ലിയർ ആവാൻ വേണ്ടിയാണ്. ഓക്കെ, അനീറ്റ സേവിയർ ക്ലിയർ ആണ്, അനി സേവിയർ ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ 43, അപ്പൊ ഏതാണോ പേര് വരുന്നത് അത് 83 ആണോ 23 ആണോ, അതിന്റെ ഉച്ചാരണം, അതിന്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ നോക്കണം. അതിന്റെ ആർട്ടിക്കിൾ നിങ്ങൾ ഉച്ചരിച്ച് നോക്കണം. വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വവൽ സൗണ്ട് ആണ്, ഓർക്കണം. അപ്പൊ 82 എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് വവൽ 82 ആ സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ആൻ 82 എന്ന് വന്നത്. ഇവിടെ 43 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മിസ്റ്റേക്ക് 43 നിങ്ങൾ ഉച്ചരിച്ച് നോക്കണം. 43 എന്ന് പറയുമ്പോഴത്തേന് അവിടെ 43 വരുന്നു ഒരിക്കലും, കാരണം വവൽ സൗണ്ട് അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വരും, ആൻ 43 എന്ന് വരില്ല, അവിടെ 43 ആണ്. അത് മാത്രമല്ല മിസ്റ്റേക്ക്, കാരണം 43 ഇയർ ഓൾഡ് അഡ്ജക്റ്റീവ് ആണ്, അത് ഹൈഫനേറ്റഡ് ആണ്. സോ ലിഡിയ പൈസ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. ലിഡിയ പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ്. 43 ഇയർ ഓൾഡ് ടീച്ചർ ആണ്. ലിഡിയ കറക്റ്റ് ആണ്, ക്ലിയർ ആയിട്ട് പോയിരിക്കുന്നത്. ആണ് വരുന്നത്, 43 ഇയർ ഓൾഡ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് പോകാം. വിനി പ്രവീൺ ക്ലിയർ ആണ്, 43 ഇയർ ഓൾഡ്. അപ്പൊ കുറെ സ്റ്റുഡൻസിന് ക്ലിയർ ആകുന്നുണ്ട്. ഓക്കെ, ജെയ്സി ജോസ് ക്ലിയർ ആയിട്ട് പോകുന്നു. ഓക്കെ, ജെയ്സി ജോസ് പ്ലീസ് റിപ്ലൈ എന്ന കാറ്റഗറി പറയുന്നു. ഓക്കെ, 43 ഇയർ ഓൾഡ് ആണ്. ഇതിനകത്ത് സാറ മാത്യു തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. സാറ 43 പിന്നെല്ലാം ഹൈഫനഡ് ആണ്, അത് തെറ്റായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഹൈഫൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 8 വരെയുള്ള 43 43 ആണെങ്കിൽ 43 ഇയേഴ്സ് ഓൾഡ് എന്ന് പറയാം. ആണെങ്കിൽ അവർ 43 ഇയേഴ്സ് ഓൾഡ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, വളരെ ക്ലിയർ ആണ്. 43 ഓൾഡ് ടീച്ചർ കറക്റ്റ് ആണ്, പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ട് പോകുന്നു. അപ്പൊ നമ്മള് കുറെ സെന്റൻസ് എഡിറ്റ് ചെയ്യുവാണ്. സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീരിയസ് മിസ്റ്റേക്ക് ഞാൻ ഓരോ ആഴ്ച കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആക്കി പോകും. അപ്പൊ നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടും. നെക്സ്റ്റ് മൂവിങ് ഉണ്ട് നമ്പർ 9. നമ്പർ 9ന്റെ അകത്ത് സെന്റൻസ് ക്ലിയർ ആക്കണം. നമ്പർ 9 നിങ്ങൾ കൃത്യമാക്കാം. ഐ വന്നിട്ടുണ്ട്. ഇത് ചില കുട്ടികള് എന്താ സാർ എനിക്ക് ഹാസോ ഹാവോ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കും വിഷമം. ഇവിടെ അതിന് ശേഷം ഹാസ് വരുമോ, നിങ്ങൾക്ക് സെന്റൻസ് ക്ലിയർ ആക്കാൻ പറ്റും. അവിടെ ഐ വന്നു കഴിഞ്ഞാൽ ഹാവ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കണം, അല്ലെ തെറ്റിപ്പോവും. ഐ ഹാവ് ആണ്. അഞ്ജു ഡേവിഡ് കുറെ പേര് കമന്റ് ചെയ്യുന്നു. ഓക്കെ, ജെയ്സി ജോസ് ചോദിച്ചിരിക്കുന്ന മിസ്റ്റർ എക്സ് ആണ്, 82 ഇയേഴ്സ് ഓൾഡ് ആണ്. 82 ഇയേഴ്സ് വരുമ്പോൾ കൃത്യമായിട്ട് ആൻ വേണ്ട. ജെയ്സി എന്നോട് പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ച്. ജെയ്സി ജോയിസ് പറഞ്ഞിരുന്നത് കറക്റ്റ് ആണ്, 82 ഇയേഴ്സ് ഓൾഡ് കറക്റ്റ് ആണ് ജെയ്സി.
ഓക്കെ, അത് ക്ലിയർ ആണ്. ഓക്കെ, ജെയ്സിക്ക് റിപ്ലൈ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കൂടുതലും ഞാൻ ഈ കമന്റ്, കാരണം ഇതിങ്ങനെ മൂവിങ് ആണ്, അപ്പൊ അതിനകത്തുനിന്ന് ഈ സെക്ഷൻ പോകുമ്പോൾ അതിനിടയ്ക്കൊന്ന് കാണുന്ന കമന്റിന് റിപ്ലൈ തരുന്നതാണ് ഉറപ്പായിട്ടും കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സെന്റൻസ് നമ്പർ 9 സെന്റൻസ് എങ്ങനെ ഫുള്ളി എഡിറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, ആ ഐ ഹാവ് എ ഹെഡേക്ക് ആണോ അതോ ഹെഡേക്ക് ആണോ? കമന്റ് ചെയ്യണം പ്ലീസ്. ഐ ഹാവ് എ ഹെഡേക്ക് ആണോ? ഐ ഹാവ് എ ഹെഡേക്ക് അറ്റ് ദ ഫ്രണ്ട് ഓഫ് മൈ ഹെഡ് ആണ്. അറ്റ് ദ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് കുറെ കുട്ടികൾ. ഐ ഹാവ് എ ഹെഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അനുജ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് എ ഹെഡ് ഏക്ക് ഇൻ ഫ്രണ്ട്. ഐ ഹാഡ് എ ഹെഡ് ഏക്ക്. അനുജ അറ്റ് എഴുതിയിട്ടില്ല, സെന്റൻസ് വീണ്ടും തെറ്റാണ്. അനുജ ഒന്നുകൂടെ സെന്റൻസ് കറക്റ്റ് ചെയ്യണം. ഐ ഹാവ് എ ഹെഡ് ഏക്ക് ആണ്. ജയൻ ചാക്കോ ഐ ഹാവ് എ ഹെഡ് ഏക്ക് അറ്റ് ഫ്രണ്ട് ഓഫ് മൈ ഹെഡ്. ജോയ്സ് അബ്രഹാം തെറ്റാണ്. ഓക്കെ, സെന്റൻസ് തെറ്റാണ്. ഐ ഹാവ് എ ജാസ്മിൻ എന്ന് പറയുന്ന, ഓക്കെ ജാസ്മിൻ എടുക്കുന്നു. ഐ ഹാവ് എ ഹെഡ് ഏക്ക് കറക്റ്റ് ആണ്. ഐ ഹാവ് എ ഹെഡ് ഏക്ക് ആണ്. അത് ക്ലിയർ ആയി നിങ്ങൾക്ക്. എന്തുപോലും ആ ഹെഡ് ഏക്ക്, സാധാരണ ഹെഡ് ഏക്ക് ചില കുട്ടികൾ സ്ഥിരമായിട്ടുള്ള മിസ്റ്റേക്ക്, അത് ഹെഡ് ഏക്ക് അവർ പറയാറില്ല. അത് ഐ ഹാവ് എ ഹെഡ് ഏക്ക് ആണ്, ക്ലിയർ ആണ്. ഇന്നിന് ശേഷം ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹെഡ്, അതിന്റെ അകത്ത് ഒരു സെന്റൻസ് കൂടെ ക്ലാരിറ്റി വരുത്താം. ഐ ഹാവ് എ ഹെഡ് ഏക്ക് അറ്റ് മൈ ഹെഡ്, അറ്റ് ദ ഫ്രണ്ട് ഐ ഹാവ് എ ഹെഡ് ഏക്ക്. മഞ്ജു പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, മഞ്ജു സെന്റൻസ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഐ ഹാവ് എ ഹെഡ് ഏക്ക് അറ്റ് ദ ഫ്രണ്ട് ഓഫ് മൈ ഹെഡ് ആണ്. ഓക്കെ, ഇവിടെ അനിറ്റ സേവിയർ. ഓക്കെ, അനിറ്റ ഐ ഹാവ് എ ഹെഡ് ഏക്ക് ഓൺ മൈ ഹെഡ് എന്ന കാറ്റഗറി സെന്റൻസ് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ അറ്റ് ദ ഫ്രണ്ട് ഓഫ് എന്റെ, അതായത് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം അതേപോലെ സെന്റൻസ് മേക്ക് ചെയ്ത ഉപകാരമായിരുന്നു. ജെയ്സി ജോസ് പറയുന്നത് ഐ ഹാവ് എ ഹെഡ് ഏക്ക് അറ്റ് ദ ഫ്രണ്ട് ഓഫ് മൈ ഹെഡ് ആണ്. ഉത്തരം ശരിയാണ് ജെയ്സി ആദ്യം മിസ്റ്റേക്ക് പറയുന്നു, പിന്നെ അത് ക്ലിയർ ആയി വരുന്നു. സെന്റൻസ് ചെയ്യണം. ഐ ഹാവ് എ ഹെഡ് ഏക്ക് മെറൻ പറഞ്ഞിരിക്കുന്നു, ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അവിടെ സെന്റൻസ് ക്ലിയർ ആക്കുമ്പോൾ ഐ ഹാവ് എ ഹെഡ് ഏക്ക് അറ്റ് ദ ഫ്രണ്ട് ഓഫ് മൈ ഹെഡ് ആണെന്ന് തന്നെ പറയണം. മുകളിലായിട്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ടാണ് എന്ന കാറ്റഗറിയാണ്. സോ നിങ്ങൾ ക്ലിയർ ആകും. നമ്പർ 9 കുറെ പേര് ക്ലിയർ ആയി. ചിലർ ഐ ഹാവ് ഹെഡ് ഏക്ക് എന്നാ പറഞ്ഞത്. സന്ധ്യ അവിടെ സെന്റൻസ് തെറ്റാണ്. സന്ധ്യ സദാശിവൻ ശ്രദ്ധിക്കണം. ഐ ഹാവ് ഹെഡ് ഏക്സ് ഇല്ല. ഹെഡ് ഏക്സ് എന്നായിരുന്നെങ്കിൽ എ വേണ്ടായിരുന്നു, ആർട്ടിക്കിൾ വേണ്ടായിരുന്നു. ബട്ട് എ ഇവിടെ ഉപയോഗിക്കണം. സോ ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറയുന്നതാണ് സെന്റൻസ് ക്ലിയർ ആകുന്നത്. കൂടാതെ ഇൻ ഫ്രണ്ട് എന്ന് പറയത്തില്ല, ഇൻ ദ ഫ്രണ്ട് ഓഫ് മൈ ഹെഡ് എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഞാൻ കുറച്ച് സെന്റൻസ് എഡിറ്റ് ചെയ്യുന്നു. അത് നിങ്ങളുടെ ക്ലാരിറ്റി നിങ്ങൾ പറഞ്ഞ കമന്റുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്ലിയർ ആക്കിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ 10 ആണ്. ഹൗ ലോങ് ഹാവ് യു ലീവ് ദയർ? സെന്റൻസ് ക്ലിയർ ആക്കാം. ഹൗ ലോങ് ഹാവ് യു ലീവ് ദയർ എന്നാണ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം അപ്പൊ എങ്ങനെ വരും. ഹൗ ലോങ് ഹാവ് യു ലീവ് ദയർ എന്നാണോ, ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ആണോ? സെന്റൻസ് എഴുതണം. ഈ നമ്പർ 10 എന്ന് പറയുന്ന സെന്റൻസ് നിങ്ങൾക്ക് സെന്റൻസ് ക്ലിയർ ആക്കുമ്പോൾ ക്ലിയർ ആവും. ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ആണോ, ഹൗ ലോങ് ഹാവ് യു ലിവ് ആണോ? ഇതൊരു സീരിയസ് മിസ്റ്റേക്ക് ആണ് ഒരു കുട്ടി എഴുതിയിട്ടുള്ളത്. മുമ്പേ നിങ്ങൾ കുറച്ച് കുട്ടികൾ ഐ ഹാവ് നോട്ടീസ്ഡ്, ഹാവ് യു നോട്ടീസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയും അത് ക്ലിയർ ആയവർ ചിലപ്പോൾ ഇത് വന്ന് വീണ്ടും തെറ്റിക്കും. ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് നമ്മൾ ക്ലാസ് പഠിപ്പിച്ചാൽ പോലും വീണ്ടും ചിലപ്പോൾ നിങ്ങളത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കത്തില്ല. അതിനാണ് ഞാൻ സെയിം സെന്റൻസുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്റെ ലൈവിലെല്ലാം ഞാൻ അതാ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, കാരണം അവർക്ക് പെട്ടെന്ന് കയറില്ല അത് എഴുതി. അപ്പം കുറെ കുട്ടികൾ സെന്റൻസ് വരുന്നു, ഹൗ ലോങ് ഹാവ് യു. ലിറ്റേഷ് പറഞ്ഞിരിക്കുന്നത് ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ദയർ ആണ്. ലിറ്റീഷ് സെബാസ്റ്റ്യൻ സെന്റൻസ് കറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ. പ്രസീദ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ആണ്. ഒരിക്കലും ഹൗ ലോങ്, ചിലര് വേറെ സെന്റൻസ് മേക്ക് ചെയ്യുന്നുണ്ട്. ഹൗ ലോങ് ഡിഡ് യു ലീവ് എന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്, ഓർക്കണം. ഹാവ് യു ലിവ്ഡ് ദയർ. ഹാവ് യു ലിവ്ഡ് ദയർ, നീ അവിടെ ജീവിച്ചിടുന്ന കാറ്റഗറി പ്രസീദ് പറഞ്ഞിട്ടുണ്ട്. പ്രസീദ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്, എത്ര നാളായിട്ട് നീ അവിടെ ജീവിക്കുന്ന കാറ്റഗറി. അപ്പൊ ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ദയർ എന്ന് തന്നെ പറയണം. ഓക്കെ, ഇതിനകത്ത് വേറൊരാൾ പറഞ്ഞു ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിംഗ് എന്ന് പറയുന്നുണ്ട്. ചിലർ എഴുതുന്നുണ്ട് ഹൗ ലോങ്, ഞാൻ കാണുന്നു ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിംഗ് എന്ന കാറ്റഗറി. ബീൻ ലിവിംഗ്. ഓക്കെ, നീ സജീഷ് രാംദാസ് പറഞ്ഞിരിക്കുന്നത് ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിംഗ് ഹിയർ അല്ലെങ്കിൽ ലിവിംഗ് ദയർ എന്ന്. നീ എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്ന കാറ്റഗറി. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിംഗ് എന്നും പറയാം. ഹൗ ലോങ് ഹാവ് യു ഹാഡ് അല്ലെങ്കിൽ ഹാവ് യു ലിവ്ഡ് ദയർ എന്നും പറയാം. അപ്പൊ നോർമലി പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ നമ്മൾ അടുത്ത ലൈവിൽ ഉൾപ്പെടുത്തും. ഹാവ് ബീൻ ലിവിംഗും ഹാവ് ലിവ്ഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സെക്ഷൻ, ഇനി വരെ സെക്ഷനിൽ സെന്റൻസുകൾ ഞാൻ കൊണ്ടുവരുന്നതാണ്. കാരണം അന്നേരം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഓക്കെ, സിനോബി ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ആണ്, ക്ലിയർ ആകുന്നു. സിനോബി പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്, സിനോബിയുടെ സെന്റൻസ്. ഓക്കെ,
അപ്പൊ കുറേയേറെ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഇതുപോലെ സെന്റൻസ് എഡിറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മുടെ സെന്റൻസുകൾ എന്താവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് പോകണം, സെന്റൻസ് എപ്പോഴും എഡിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം വരില്ല. അപ്പൊ നിങ്ങൾ 1 to 10 നമ്മുടെ ഈ സെക്ഷന്റെ അത് നമ്മൾ സെന്റൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് മൂവിങ് ഉണ്ട് നമ്മുടെ ഗ്രാമർ ചലഞ്ച്. അതായത് ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഒരു 3 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആഴ്ചയിൽ പോകുന്നുണ്ട്. അതിന് ഓരോ ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഈ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആൻസറിലോട്ട് പോകാം. നെക്സ്റ്റ് മൂവിങ് ഉണ്ട് നമ്മുടെ സെക്ഷൻ, അടുത്ത സെക്ഷൻ ഗ്രാമർ ചലഞ്ചിന്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഹൗ ലോങ് ഹാവ് ഇറ്റ് നമ്മളെ സെക്ഷൻ മുന്നോട്ട് നീങ്ങുമ്പം ഗ്രാമർ ചലഞ്ചിന്റെ സെക്ഷനിലോട്ട് നമ്മൾ അടുത്ത് പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് മൂവി അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഓരോ സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ, ക്ലിയറൻസ് കിട്ടും. ഓക്കെ, ഗ്രാമർ ചലഞ്ച് 13 നമ്മൾ പേജിൽ പോയിരുന്ന ഗ്രാമർ ചലഞ്ച്. കാരണം ഞാൻ തന്നെ വരാന്ന് പറഞ്ഞത് ഗ്രാമർ ചലഞ്ച് പോകുമ്പം അത് കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ലൈവിൽ അതിന്റെ ആൻസേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഉപയോഗിക്കുന്നവർ, ഇത് കമന്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെല്ലാം വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്. ഇത് ഒരുപാട് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയ ഒരു ചലഞ്ച് ആയിരുന്നു. വിച്ച് വൺ ഈസ് കറക്റ്റ്, എ എന്ന് പറഞ്ഞ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന്. അപ്പൊ കൂടുതൽ കുട്ടികളും എയും ബിയും സിയും പല രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇതിന്റെ അകത്തെ മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഇവിടെ ഒ ഇ ടിയുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ നോർമൽ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒ ഇ ടിയുടെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില വേർഡ് ചിലപ്പോൾ നോർമൽ ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കില്ല. ബട്ട് അത് ഒ ഇ ടിയുടെ കേസ് വരുമ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീനിങ് പോകണമെങ്കിൽ മാത്രമേ അത് ആപ്റ്റ് ആകുള്ളൂ, അത് അപ്രോപ്രിയേറ്റ് ആകുള്ളൂ. ഇവിടെ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, അതിന് ഏറ്റവും അനുയോജിക്കുന്നത് അപ്രോപ്രിയേറ്റ് ആകുന്ന ഏതാണ്, ഏറ്റവും ആ സിറ്റുവേഷൻ അപ്രോപ്രിയേറ്റ് ആകുന്നത്. ടിജു സാർ തെറ്റെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത്. ഇതിന്റെ ആൻസർ നിങ്ങൾ ഓർക്കേണ്ട, ഇതിന്റെ ആൻസർ യുവർ എക്സ്പേർട്ട് കണ്ടിന്യൂസ് കെയർ അല്ല, സി എന്ന കാറ്റഗറി ഒരുപാട് കുട്ടികൾ പറഞ്ഞിരിക്കുന്നു. ബട്ട് കുറെ പേരൊക്കെ മാറി മാറി പറയുന്നുണ്ടായിരുന്നു, അറിയാം. നിങ്ങൾ ഓർക്കണം, ഇവിടെ യുവർ എക്സ്പേർട്ട് കണ്ടിന്യൂയിങ് കെയർ ആണ് ഇവിടെ ആൻസർ. പല കുട്ടികളും അവിടെ ഒ ഇ ടി ലെറ്ററിന്റെ അകത്തും അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുമ്പോഴോ പല സിറ്റുവേഷനിൽ യുവർ എക്സ്പേർട്ട് കണ്ടിന്യൂസ് കെയർ എന്ന് പറയാറുണ്ട്. ഓർക്കണം, യുവർ എക്സ്പേർട്ട് കണ്ടിന്യൂസ് കെയർ അല്ല, യുവർ എക്സ്പേർട്ട് കണ്ടിന്യൂയിങ് കെയർ. കണ്ടിന്യൂസ് കെയർ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24/7 ഫുൾ സപ്പോർട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിസി, ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇവിടെ എക്സ്പേർട്ട് കണ്ടിന്യൂസ് കെയർ എന്ന് പറയുമ്പോൾ 24/7 കെയർ ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു ഡിസ്ചാർജ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഓയിറ്റ് ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം അവിടെ ഓൺ ഗോയിങ് കെയർ എന്നാ ഉദ്ദേശിക്കണ്ടേ. അപ്പൊ അവിടെ ഓൺ ഗോയിങ് കെയർ എന്ന മീനിങ്ങിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് എന്ത്, കണ്ടിന്യൂയിങ് കെയർ. അവിടെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ നമ്മളൊരു ഓൺ ഗോയിങ് കെയർ അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്, അത് ആ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂസ് കെയർ അല്ല കൊടുക്കേണ്ടത്, അത് നിങ്ങൾ ഓൺ ഗോയിങ് കെയർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യുവർ എക്സ്പേർട്ട് കണ്ടിന്യൂയിങ് കെയർ ഈസ് അപ്രീഷിയേറ്റഡ് എന്ന കാറ്റഗറി. ആൻസർ സി ആണ് റൈറ്റ്. ബാക്കിയുള്ള നമ്പർ ഡി, ചിലർ ഡിക്കകത്ത് ശ്രദ്ധിക്കണം. യുവർ എക്സ്പേർട്ട് കണ്ടിന്യൂയിങ് കെയർ എന്ന് പറയുമ്പോൾ ചിലർ ഡി ആയിട്ട് എടുക്കുന്നു. അതിന്റെ ആൻസർ ശ്രദ്ധിക്കുക, അവര് യുവർ എക്സ്പേർട്ട് അതൊരു കെയർ, അത് സിംഗുലർ ആയിട്ട് എടുക്കുന്നത്, ഒരിക്കലും അത് ഈസ് ആണ്, അതൊരിക്കലും പ്ലൂറൽ ആകില്ല. സോ അതുകൊണ്ട് 6 വരില്ല. ഓക്കെ, കണ്ടിന്യൂസ് ഒരു കാരണവശാലും വരില്ല. അതുകൊണ്ടാണ് ആ സെക്ഷൻ അത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഗ്രാമർ ചലഞ്ച് ഫസ്റ്റ് 1 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മൂവിങ് ഉണ്ട് നമ്മൾ അടുത്ത സെക്ഷൻ ഗ്രാമർ ചലഞ്ച് 14. കാരണം നമ്മുടെ ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ ഈ ലൈവ് ട്രെയിനിങ്ങുമായിട്ട്, നിങ്ങൾ ലോക്ക്ഡൌണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷനും പോകുന്നുണ്ട്, കൂടാതെ നിങ്ങൾക്ക് ലൈവും പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ട് നിങ്ങളുടെ ട്രെയിനിങ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റൻസീവ് ട്രെയിനിങ് നിങ്ങൾക്ക് ലഭ്യമാണ്. വളരെ ഓഫ് റോഡ്, കാരണം ഒരുപാട് കോഴ്സസ്, കാരണം ഗ്രാമാറ്റിക്കൽ ഒരുപാട് കുട്ടികൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 14, വിച്ച് വൺ ഈസ് കറക്റ്റ്. മിക്ക കുട്ടികളും ഇത് തെറ്റിക്കുന്നു. അവർ ഈ റൈറ്റ് ടോട്ടലിന് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അവർ കാരണം ആർട്ടിക്കിൾ ഒരു വലിയ പ്രശ്നമാണ് പല കുട്ടികൾക്കും. ഞാൻ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഈ ഗ്രാമർ ചലഞ്ചിന്റെ അത് പോകുന്നതിന്റെ കാര്യം അതാണ്. കാരണം ആർട്ടിക്കിൾ ഇട്ടിട്ട് ഒരുപാട് തവണ കറക്റ്റ് ചെയ്ത് സെന്റൻസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മിസ്റ്റേക്ക് മാറും, ഒരുപാട് മിസ്റ്റേക്ക് മാറും നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വിച്ച് വൺ ഈസ് കറക്റ്റ്. ഇതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എ ആണോ ബി ആണോ. ഞങ്ങൾ ഗ്രാമർ ചലഞ്ച് ഓൾറെഡി പോയതാണ്, അതിന്റെ നിങ്ങളെല്ലാം കമന്റ് ചെയ്തതാണ്. ഏറെക്കുറെ എല്ലാ കുട്ടികളും കമന്റ് ചെയ്യുന്ന അറിയാം. ഇതിന്റെ ആൻസർ എ ആണ്. അവിടെ ആർട്ടിക്കിൾ വേണം. എ റൈറ്റ് ടോട്ടലിന് റീപ്ലേസ്മെന്റ് ആണ്. അവിടെ സർജറി ചെയ്തിട്ട് കാര്യമില്ല. സോ അവിടെ സർജറി വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, കൺഫ്യൂസ് ആക്കല്ലേ. സർജറി അവിടെ വരില്ല. സർജറി വരുവാണെങ്കിൽ ആർട്ടിക്കിൾ വരില്ല. ബട്ട് ഇവിടെ സർജറി ഇല്ല, സർജറി എഴുതരുത്. റൈറ്റ് ടോട്ടലിന് റീപ്ലേസ്മെന്റ് ആണ്. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് പല കുട്ടികൾക്ക് സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് മൂവിങ് ഉണ്ട് ബി എന്ന കാറ്റഗറി തെറ്റാണ്. കാരണം അവിടെ ആർട്ടിക്കിൾ ഇല്ല. ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ അത് സീരിയസ് മിസ്റ്റേക്ക് ആണ്, തെറ്റാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഉണ്ട് നമ്പർ
നമ്പർ 15 ആണ്. 15 ഗ്രാമർ ചലഞ്ച് നമ്മൾ പോകുന്നതിന്റെ ആൻസർ ഇതാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പല കുട്ടികളും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല കുട്ടികളും ഈ അഡ്മിനിസ്ട്രേറ്റഡ് വിത്ത് എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാരും വിച്ച് വൺ ഈസ് കറക്റ്റ്? 15 എ ആണോ ബി ആണോ? ഇവിടെ എനിക്കൊന്ന് ഇപ്പൊ നമ്മൾ കമന്റ് ചോദിക്കുവാണെങ്കിൽ കൂടുതൽ കുട്ടികൾ അഡ്മിനിസ്ട്രേറ്റഡ് വിത്ത് എന്ന് പറയും. എല്ലാരും വിത്ത് കാറ്റഗറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റഡ് വിത്ത് എവിടുന്നോ നിങ്ങളുടെ മൈൻഡിലോട്ട് കയറിയതാണ്. പലരും ഉപയോഗിക്കുന്നു. പലരും എന്നോട് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, സാർ അഡ്മിനിസ്ട്രേറ്റീവ് വിത്ത് ഉണ്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് വിത്ത് ഉപയോഗിക്കണോ, അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ ഓൾറെഡി അവിടുത്തെ ആൻസർ മിസ്റ്റർ ജോബ് വോസ് അഡ്മിനിസ്ട്രേറ്റഡ് പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ മതി. അഡ്മിനിസ്ട്രേറ്റീവ് വിത്ത് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ജോബ് വോസ് അഡ്മിനിസ്ട്രേറ്റഡ് പാരസെറ്റമോൾ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പലർക്കും തെറ്റുന്നു. അതിന് ഞാൻ എക്സ്പ്ലനേഷൻ തരാം. കാരണം പലപ്പോഴും ഇത് സാർ എന്താ ഇതിന്റെ വിത്ത് വരാത്തത്, അതിന്റെ ആ പാറ്റേൺ എന്താന്ന് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ടു ഗീവ് ഡ്രഗ്സ്, ഈ അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ആ പാറ്റേൺ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആ പാറ്റേൺ വരുന്നത് നോക്കാം. ടു ഗീവ് ഡ്രഗ്സ് ആണ്, മെഡിസിൻ എക്സെട്ര ടു സംബഡി ആണ്. അപ്പൊ അഡ്മിനിസ്റ്റർ സംതിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പാറ്റേൺ ഇവിടെ ഉള്ളത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അഡ്മിനിസ്റ്റർ സംതിങ് എന്ന് പറയാം. സ്റ്റുഡൻസ് ദയവ് ചെയ്ത് ഓർക്കേണ്ട കാര്യം, നിങ്ങൾ സെന്റൻസ് എഴുതുമ്പോൾ ഈ അഡ്മിനിസ്റ്റർ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, അഡ്മിനിസ്റ്റർ ഇപ്പൊ തന്നെ നിങ്ങൾ ക്ലിയർ ആയിക്കോണം, തെറ്റരുത്. അഡ്മിനിസ്റ്റർ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അതായത് മിസ്റ്റർ ജോബ് വോസ് അഡ്മിനിസ്ട്രേറ്റഡ്. അവിടെ ഒരിക്കലും മിസ്റ്റർ ജോബ് എന്ന് പറയുമ്പം അത് ഒരു പേഷ്യന്റ് ആണ്, പേഷ്യന്റ് കാറ്റഗറി ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വോസ് അഡ്മിനിസ്ട്രേറ്റഡ് എന്ന് ഒരിക്കലും മിസ്റ്റർ ജോബ്, അവിടെ വേറൊരു സീരിയസ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൂടെ പറയാം. മിസ്റ്റർ ജോബ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ വോസ് അഡ്മിനിസ്ട്രേറ്റഡ് എന്ന കാറ്റഗറി ഓർക്കുമ്പം അവിടെ ഒരിക്കലും പാസീവ് വോയിസ് ആണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മിസ്റ്റർ ജോബ് വോസ് അഡ്മിനിസ്ട്രേറ്റഡ് എന്ന കാറ്റഗറി ഓർക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മിസ്റ്റർ ജോബ് അഡ്മിനിസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ജോബ് ഡോക്ടറായിട്ട് പോവും. ഓർക്കണം. അവിടെ നിങ്ങൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ജോബ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെട്ട് മറ്റൊരാളല്ല. അപ്പൊ അത് ഓൾറെഡി ക്ലിയർ ആണ്. സോ മിസ്റ്റർ ജോബ് വോസ് അഡ്മിനിസ്ട്രേറ്റഡ് പാരസെറ്റമോൾ എന്നാണ് പറയേണ്ടത്, അഡ്മിനിസ്ട്രേറ്റ് വിത്ത് പറയണ്ട. സെന്റൻസ് ക്ലിയർ ആണ്. അഡ്മിനിസ്റ്റർ സംതിങ് എന്നാണ് അവരുടെ ഇംഗ്ലീഷിന്റെ സെന്റൻസിന്റെ പാറ്റേൺ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പാറ്റേൺ ഫോളോ ചെയ്യാം. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അകത്തെ പാറ്റേൺ ആണ് ഞാൻ ഈ പറയുന്നത്. അവർ ഫോളോ ചെയ്യുന്നു. അഡ്മിനിസ്റ്റർ സംതിങ് എന്നാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ UK വരുവാണെങ്കിൽ അവിടെയും നമ്മുടെ നോർമലി പാറ്റേൺ അവർ അഡ്മിനിസ്റ്റർ സംതിങ് എന്ന് പറഞ്ഞാൽ മതി. അഡ്മിനിസ്ട്രേറ്റ് എന്ത് പാരസെറ്റമോൾ എന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഓർക്കണം. അടുത്തത് അഡ്മിനിസ്റ്റർ സംതിങ് ടു സംബഡി. ഓക്കെ, പാരസെറ്റമോൾ വോസ് അഡ്മിനിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡോക്ടർ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ ഡോക്ടർ അഡ്മിനിസ്റ്റർ പാരസെറ്റമോൾ ടു സംബഡി, മിസ്റ്റർ ജോബ് എന്ന് പറയാം, അത് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ. അപ്പൊ അഡ്മിനിസ്റ്റർ സംതിങ് ടു സംബഡി. അപ്പം സംതിങ് ആണ്, എന്താണോ സംതിങ്, അതായത് പാരസെറ്റമോൾ വോസ് അതോടെ പാസീവ് ആക്കുമോ, ഞാൻ ഡോക്ടറിനെ ഹൈഡ് ചെയ്തു, പാസീവ് വോയിസ് ആണ്. കൂടുതൽ പാസീവ് വോയിസ് സ്ട്രക്ചേഴ്സ് നമ്മൾ പോവാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാസീവ് വോയിസിന്റെ 30 അവർ ഗ്രാമർ ക്ലാസ്സസ് ടിജു സാറിന്റെ ലൈവ് നമ്മുടെ ഇപ്പോഴത്തെ OETയുടെ ഗ്രാമർ സെക്ഷനോടൊപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 60 hours അല്ലെങ്കിൽ 70 hours ഇന്റൻസീവ് ട്രെയിനിങ് നമ്മൾ പോകുന്നുണ്ട്. അതിനകത്ത് പാസീവ് വോയിസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, കുറെ കുട്ടികൾ അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ അഡ്മിനിസ്റ്റർ കഴിഞ്ഞിട്ട് വിത്ത് പറയേണ്ട ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള സെന്റൻസ് നമുക്ക് മേക്ക് ചെയ്യാം. ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണ്? മിസ്റ്റർ ജോബ് വാസ് അഡ്മിനിസ്റ്റർ സംതിങ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അഡ്മിനിസ്റ്റർ എന്താണോ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ പാരസെറ്റമോൾ വോസ് അഡ്മിനിസ്ട്രേറ്റ്, അത് പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. വോസ് അഡ്മിനിസ്ട്രേറ്റ് ടു മിസ്റ്റർ ജോബ്. ബൈ ആരെന്ന് വെച്ചാൽ ബൈയും കൊടുക്കും. അവിടെ സെന്റൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അത് നിങ്ങൾ ഓർക്കണം. അവിടെ മിക്ക കുട്ടികൾക്കും ഇത് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോർമലി നിങ്ങൾ ഓർക്കേണ്ട ഈ ഗ്രാമർ ചലഞ്ചിൽ ഞാൻ ഇച്ചോട്ട് എക്സ്പ്ലനേഷൻ തന്നതിന് കാരണം നമുക്കൊരു പാറ്റേൺ ആദ്യം അഡ്മിനിസ്റ്റർ സംതിങ് ആണ്, അഡ്മിനിസ്റ്റർ സംതിങ് ടു സംബഡി ആണ്. അപ്പൊ ടു വരുന്നു. അഡ്മിനിസ്റ്റർ ടു മിസ്റ്റർ ജോബിനാണ് എന്ന കാറ്റഗറി ക്ലിയർ ആക്കാം. അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഐഡിയ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന കുറെ സെന്റൻസുകളും കുറെ ഗ്രാമർ ചലഞ്ചുകളും എല്ലാം നമ്മുടെ ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഓരോ ലൈവിലും നിങ്ങൾക്ക് ചേഞ്ച് വരണം. നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ അക്കാഡമിയിൽ ഗോഡ് അക്കാഡമിയിലല്ല ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരിടത്തായിരിക്കും പഠിക്കുന്നത്. നിങ്ങളുടെ സെന്റൻസ് എഡിറ്റ് ചെയ്യുന്ന കറക്റ്റ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യണം. സെന്റൻസ് ക്ലിയർ ആക്കി പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. ഞങ്ങളിൽ പല കുട്ടികളും വിളിക്കുന്നു, സാർ ഞങ്ങൾ 5 തവണ എഴുതി 3 തവണ എഴുതി, ഞാൻ അവർക്ക് പറഞ്ഞതാണ്, അവർക്ക് കിട്ടുന്നില്ല. അവര് സെന്റൻസ് മിസ്റ്റേക്ക് ആണ്. പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഇനിയും സിമ്പിൾ പാസ്റ്റും ഈ അണ്ടർവെന്റ് അല്ലെങ്കിൽ ഹാസ് അണ്ടർഗോൺ എവിടെ കൃത്യതയില്ല, ക്ലാരിറ്റി ഇല്ല, വെറുതെ എഴുതിക്കൊണ്ടിരിക്കുക. രണ്ടും ഒരുപോലാണെന്ന് മാം പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞാൻ എഴുതുക. അത് തെറ്റാണ്. ഇപ്പൊ നോർമലി നിങ്ങൾ എവിടെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത്
ട്യൂട്ടർ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സെന്റൻസ് കറക്റ്റ് ആണോ നിങ്ങളുടെ CPA നിങ്ങൾ ആലോചിക്കണം. അത് ക്ലിയർ ചെയ്ത് നിങ്ങൾ പോകണം. എങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ, നിങ്ങളുടെ സ്കോർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരും. നമ്മൾ ഇത്രയും പേയ്മെന്റ് പിന്നെ OET ഹോം വരുന്നു. അത് അതുമായിട്ട് ബന്ധപ്പെട്ട് 27th 25th എന്ന കാറ്റഗറിയിൽ അവർ കണ്ടക്ട് ചെയ്ത് മെയിൽ വന്നിരിക്കുന്നു പല കുട്ടികൾക്കും. അപ്പൊ നിങ്ങൾ അവിടെ ഓർക്കേണ്ട കാര്യം, അത് അവർ നടത്തുകയാണ്. അത് നമ്മൾ നോർമലി അല്ലെങ്കിൽ ഇവിടുത്തെ UK ബന്ധപ്പെട്ട് NHSO അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളോ OET ഹോം അത് എന്താ ഒഫീഷ്യലി അത് അക്സെപ്റ്റ് ചെയ്തില്ല. അത് നടത്തണം, അത് പ്രാക്ടീസ് ചെയ്യണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുവരുള്ളൂ. അപ്പൊ ദേവി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പലർക്കും വന്നിട്ടുണ്ട്, പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പൊ നോർമലി നമ്മളത് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് എന്നിട്ട് മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നോട്ടണം, നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സെന്റൻസ് ക്ലിയർ ആകുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലൈവ് സെഷൻ ഇന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു കുട്ടികള്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഏതൊക്കെയാണ് ഞങ്ങൾ ഏകദേശം നിങ്ങളുടെ ഡൗട്ടുകൾ, അതായത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം പോവാം. ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റുകൾ എടുത്തിട്ടാണ് അടുത്ത ലൈവ് ഞാൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ കാര്യങ്ങള് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രിപ്പോസിഷൻ കറക്റ്റ് ആണോ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ പഠിക്കണം. പ്രസന്റ് പെർഫെക്റ്റ്, ഞാൻ സെന്റൻസ് റീസെന്റ് ആണോ, അതിനകത്ത് റീസെന്റ് വരുത്തില്ലയോ, അല്ലെ ഇൻ ടു ആണോ, ഓൺ ടു ആണോ, അല്ലെങ്കിൽ ടു ആണോ, ഓർക്കണം. ഇവിടെ OET സീരിയസ് മിസ്റ്റേക്ക് ഓർഗനൈസേഷനിലല്ല. അത് നിങ്ങൾക്ക് റിലവന്റ് സെമി റിലവന്റ് നിങ്ങളുടെ ട്യൂട്ടർ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കും. അവിടെ അല്ല പ്രശ്നം, സെന്റൻസിലാണ് പ്രശ്നം, സെന്റൻസിന്റെ കറക്ഷനിലാണ് പ്രശ്നം. അത് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് വരും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ പറയുന്നതും നിങ്ങളുടെ കുറച്ച് കമന്റ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ എടുക്കുന്നതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. നമുക്ക് നിങ്ങളുടെ കമന്റ് ഓപ്ഷൻ ഉണ്ട് ഈ ലൈവ് സീരീസിൽ. നമ്മുടെ ഈ പാർട്ട് 3 വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പം പാർട്ട് 3 അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് 4 എല്ലാ സൺഡേസിലും നമ്മുടെ ലൈവ് പോകുന്നുണ്ട്. ഓർക്കണം, എല്ലാ സൺഡേസിലും പോകുന്നുണ്ട്. ഈ ലൈവിന് ശേഷം നമ്മൾ യൂട്യൂബിൽ ശേഷം പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാത്തവർ ദയവ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളവർ കാണേണ്ടവർ ഇപ്പൊ കാണുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും, നിങ്ങളുടെ സെന്റൻസ് ക്ലിയർ ആക്കുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പലരും എക്സാം എടുത്തിട്ടില്ല, എക്സാം ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ഞാൻ എന്തിനു ചെയ്യണം എന്ന് പറഞ്ഞിരിപ്പുണ്ട് കുറച്ച് പേര്. ദയവ് ചെയ്ത് ഓർക്കണം, നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നേരത്തെ ജോയിൻ ചെയ്താൽ മാത്രമേ ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റൂ. ഇത് പെട്ടെന്ന് 1 മാസം കൊണ്ട് തീരുന്നൊരു കോഴ്സ് അല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. പലരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ദയവ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ആദ്യം ഗ്രാമർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ഗ്രാമർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുക. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരും. ഇനി ഞാൻ ഇപ്പം ലൈവ് മാത്രം പഠിപ്പിക്കുന്ന ആളല്ല. ദയവ് ചെയ്ത് ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന അക്കാഡമി ഗോഡ് അക്കാഡമിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്യും, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ അക്കാഡമി ജോയിൻ ചെയ്ത മുഴുവൻ കുട്ടികൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് ട്രെയിനിങ് പോകുന്നത്. എല്ലാ സ്റ്റാഫിനും ട്രെയിനിങ് കൊണ്ട് കൃത്യമായിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് മുന്നോട്ട് പോവുക, ക്ലിയർ ആവും, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആവും. അപ്പൊ നമുക്ക് അടുത്ത ലൈവ്, അടുത്ത സെക്ഷൻ, അടുത്ത സൺഡേ ആണ് റിമൈൻഡർ നമ്മൾ വരും. അത് റിമൈൻഡർ സെറ്റ് ചെയ്യുക. അടുത്ത ലൈവിൽ നമുക്ക് കാണാം. സോ താങ്ക് യു സോ മച്ച്.